ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. എടാ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോണത് നമ്മുടെ 9-10 ക്ലാസ്സുകളിലെ പിള്ളേർക്കും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ 8ാം ക്ലാസ്സുകാർക്കും ഇംഗ്ലീഷ് പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമർ. ഇത് മക്കളെ ഒരു ഗ്രാമർ അല്ല, നമുക്കൊരു 4-5 ഗ്രാമർ ഒന്നിച്ച് പഠിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് വരുന്ന മാർക്കുകൾ കിട്ടുള്ളൂ. സാധാരണ 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനൊക്കെ ഇത് 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഈ 5 മാർക്കിൽ തന്നെ ഏതാണ്ട് 5ഓളം വെറൈറ്റി ഗ്രാമറുകൾ പഠിച്ചാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫുള്ള ഒരു പോർഷനാണ് ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീഷൻ. അപ്പൊ ഏതായാലും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഗ്രാമർ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ഇച്ചിരി ഉടായ്പും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഗ്രാമറുകൾ ഒന്നിച്ച് പറയാനുള്ളത് കൊണ്ട് ഇച്ചിരി ലെങ്ത് ഈ ഒരു വീഡിയോക്ക് ഉണ്ടാവും. എന്നാലും ഒന്ന് ക്ഷമയോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ, നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോകൾ കാണുന്ന കുട്ടികളായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് വീഡിയോകളും ഒരുപാട് ഗ്രാമറുകളും കണ്ട് സമയം കളയുന്നതിന് പകരം വളരെ ക്ഷമയോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ മക്കൾ കണ്ടു കഴിഞ്ഞാൽ ആ 5 മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 5 മാർക്ക് മാത്രമല്ല മക്കളെ, നമുക്ക് പാരഗ്രാഫിൽ നിന്ന് WH ക്വസ്റ്റ്യൻ, SR ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ. അതിൽ നിന്ന് വരുന്ന 4 മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ എഡിറ്റിംഗിൽ ഒരു 1-2 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും ഈ ഒരു വീഡിയോ നല്ല വൃത്തിക്ക് കണ്ടാൽ മക്കൾക്ക് കിട്ടും. അപ്പൊ മക്കളെ, ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു 10-12 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നൊന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിൻ്റെതായ സീരിയസ്നെസ് ഈ വീഡിയോക്ക് കാണിക്കാം. ഓക്കെ, പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ്, എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതേപോലെ തന്നെ കാണുന്ന മക്കളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയറും ചെയ്യാം കേട്ടോ. പറ്റിയ നല്ല കമന്റ് ഇട്ടുണ്ട്. അപ്പൊ ഏതായാലും മക്കളെ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതുപോലൊരു ചോദ്യമായിരിക്കും മക്കളെ നിങ്ങൾ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ കാണാൻ പോകുന്നത് അല്ലെ. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രാമറുകൾ വരുടാ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലൊരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈഫ് ക്ലോസ് വരും, അതെന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു തരും. പിന്നെ അതിനുശേഷം പിന്നെ വുഡ് യു മൈൻഡ്, ഹാഡ് ബെറ്റർ, ഈ 2 ഗ്രാമറുകളും വരാൻ സാധ്യതയുണ്ട്. അതിൽ ചിലപ്പോൾ വുഡ് യു മൈൻഡ് മാത്രം വരും, ചിലപ്പോൾ ഹാഡ് ബെറ്റർ മാത്രം വരും, ചിലപ്പോൾ നമുക്ക് 2ഉം കൂടി വരും. ഇനി അതേപോലെ തന്നെ WH ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ SR ക്വസ്റ്റ്യനോ ഏതെങ്കിലും ഒന്ന് വരും, ചിലപ്പോൾ 2ഉം വരും അല്ലെ, അതുണ്ടാക്കാനേ. അപ്പൊ ഇങ്ങനെ ഒരു 5 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. അപ്പം വരുന്ന ഗ്രാമറുകളൊക്കെ മനസ്സിലായല്ലോ. ഈ ഗ്രാമറുകളൊക്കെ മക്കൾക്ക് നല്ല തറവായിട്ട് അറിയെങ്കിൽ നിങ്ങൾ ഈ ഗ്രാമർ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. അത് അറിയാത്ത മക്കളാണെങ്കിൽ എന്തായാലും വീഡിയോ മക്കൾ കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസറുകൾ ഞാനിപ്പോ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. ഞാൻ അധികം ഈ ഗ്രാമർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം തന്നെ മക്കളെ നമ്മൾ പഠിക്കേണ്ടത് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചാനെ കുറിച്ചാണ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഏത് സെന്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ കാണുന്ന ഒരു കുറിപ്പാണ് ഇത്, ഈ വെർബ് എന്ന് പറയുന്ന സാധനം. ഈ വെർബ് ഇവിടെ ചാത്തന്റെ മായ ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ് വരിക. അതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആകെ കൊഞ്ഞാട്ടായി പോകും. ഓക്കെ, അപ്പൊ ഗ്രാമർ എന്ന് പറഞ്ഞാൽ അത് വെർബാണെന്ന് ആദ്യം മക്കൾ മനസ്സിലാക്കുക. വെർബ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചാണ് ടെൻസുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് മുതലേ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ പ്രസന്റ്, അങ്ങനെ ഇങ്ങനെ കുറെ കുണ്ടാമണ്ടികൾ ഉണ്ട് അല്ലെ. സോ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്നത് വെർബ് മാറുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ വെർബിനെ കുറിച്ച് ഒന്ന് ഐഡന്റിഫൈ ആണ്. പറയുകയാണെങ്കിൽ കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്, ആഹാ എന്തൊരു അന്തസ്സുള്ള സെന്റൻസ്, പൂച്ച പാല് കുടിക്കുന്നു അല്ലെ. അപ്പൊ അതിൽ ഇവിടെ പൂച്ചയാണ് ആക്ഷൻ ചെയ്യുന്നത്. പൂച്ച ചെയ്യുന്ന ആക്ഷൻ എന്താണ്? ഡ്രിങ്ക്സ്, കുടിക്കുന്നു എന്നുള്ള ഒരു ആക്ഷൻ അല്ലേ ചെയ്തത്. അപ്പൊ ആ കുടിക്കുന്നു എന്ന് പറഞ്ഞ ആ ആക്ഷൻ ആണ് ഇതിലെ വെർബ്. അപ്പൊ ഒരു സെന്റൻസിലെ ആക്ഷനെയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് നമ്മൾ വെർബ് എന്ന് പറയാ. അപ്പൊ കാറ്റാരാ? കാറ്റാരായില്ലേ, കാറ്റല്ലേ പാല് കുടിച്ച ആള്. ആ ആക്ഷൻ ചെയ്ത ആ കാറ്റിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഡ്രിങ്ക്സ് വെർബ്, അതേപോലെ തന്നെ കാറ്റ് സബ്ജക്റ്റ്. ഇപ്പോ ടീച്ചർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്, അത് അതിനെക്കാട്ടി ഒരു അന്തസ്സുണ്ട് അല്ലെ. അതായത് ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പൊ അതില് ടീച്ചർ ആരാ? ടീച്ചർ സബ്ജക്റ്റ് ആണ്. ആ ടീച്ചർ ചെയ്യുന്ന ആക്ഷൻ ആണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്, അതാണ് അതിലെ വെർബ് അല്ലെ. അതേപോലെ തന്നെ ഐ റോട്ട് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതി. അപ്പൊ അതിലെ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ആക്ഷൻ അല്ലേ അല്ലെ. അപ്പൊ ഈ ആക്ഷൻ ചിലപ്പോ ഇപ്പൊ നടക്കുന്നതുണ്ടാവും, അതേപോലെ നടന്നു കഴിഞ്ഞതുണ്ടാവും, ഇനി നടക്കാൻ പോകുന്നതും ഉണ്ടാവും. എന്തായാലും ഈ പറഞ്ഞ എല്ലാ ആക്ഷൻസിനെയും നമ്മൾ വെർബ് എന്നാ പറയാ. അപ്പൊ ഐ റോട്ട് എ ലെറ്റർ എന്നുള്ളതിൽ റോട്ടാണ് വെർബ്. ആ റോട്ട് എന്ന ആക്ഷൻ ചെയ്തിരിക്കുന്നത് ഏതോ ഒരു ഐ അല്ലേ. ആ ഐ ആണ് അതിലെന്ത്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് അതിലെ സബ്ജക്റ്റ് അല്ലെ. ഇനി അതേപോലെ തന്നെ മൈ ഫാദർ വിൽ കം ടുമോറോ,
അടിപൊളി. എന്റെ അച്ഛൻ നാളെ വരും അല്ലെ. അപ്പോ ഇനി നടക്കാൻ പോകുന്ന ഒരു ആക്ഷൻ വിൽ കം അല്ലെ, നാളെ വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് അതിലെ വെർബ്. മൈ ഫാദർ ആണല്ലോ വരാൻ പോകുന്നത്, ആക്ഷൻ ചെയ്യാൻ പോണത്. ആ മൈ ഫാദർ ആണ് ആ സെന്റൻസിലെ സബ്ജക്ട്. അപ്പം വെർബ് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കിയില്ലേ? പക്ഷെ എല്ലാ സെന്റൻസിലും ഒരുപോലെയാണോ വെർബ്? അല്ല. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വെർബ് ഓരോ സെന്റൻസിലും പല കോലത്തിൽ വരുന്നതുകൊണ്ട് ഈ വെർബിനെ നമുക്ക് 5 കാറ്റഗറി ആക്കാം. അതായത് 5 കുടുംബക്കാരായിട്ട് നമുക്ക് ഈ വെർബിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ ചെങ്ങായിയാണ് V1. ഓക്കെ, വെർബിന്റെ ആദ്യത്തെ ചെങ്ങായിയാണ് ഇത് V1. രണ്ടാമനാണ് എസ് ഫോം. ഇവന്മാർ രണ്ടാളും പരട്ടകളല്ല, ഇരട്ടകളാണ്. ഓക്കെ, രണ്ടും ഒരൊറ്റ വീട്ടിൽ നിന്ന് വരില്ലെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ എന്തിനാണ് രണ്ടെണ്ണം? സിമ്പിൾ ആണ്. എഡിറ്റിംഗിൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, മനസ്സിലാക്കി വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പഠിച്ച എഡിറ്റിംഗ് കൂടി കിട്ടുന്നത്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കൗ കൗ എന്ന് പറഞ്ഞാൽ എന്താ? പശു. കൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പശുക്കൾ. എന്താ അതിന്റെ വ്യത്യാസം? ഇതിൽ എസ് ഉണ്ട് എന്നുള്ള എല്ലാ വ്യത്യാസം. കൗ എന്ന് പറഞ്ഞാൽ ഒരാള്, കൗസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ എണ്ണം, പശുക്കൾ അല്ലെ. ഇനി ഞാൻ പറയണേ, പശു തിന്നുന്നു എന്നും എഴുതണം, എനിക്ക് പശുക്കൾ തിന്നുന്നു എന്ന് എഴുതണം. രണ്ടിനും ഏതാ വെർബ്? ഈറ്റ് എന്ന് പറഞ്ഞ വെർബ് അല്ലേ. പക്ഷെ പശു തിന്നുന്നു എന്ന് ഞാൻ എഴുതണേ നോക്കിയാ കൗ ഈറ്റ്സ്. എന്നാൽ പശുക്കൾ തിന്നുന്നു എന്ന് ഞാൻ എങ്ങനെ എഴുതിയത്? കൗ ഈറ്റ്. അതായത് ഇവിടെ ഞാൻ വെർബിന്റെ എസ് ഫോം ഉപയോഗിച്ചു. ഒരു വെർബിന്റെ കൂടെ എസ് എന്ന് ചേർന്ന് കഴിഞ്ഞാൽ അത് എസ് ഫോം ആയി അല്ലെ. എന്നാൽ ഇവിടെ കൗസ് കുറെ എണ്ണം വന്നപ്പോ ഞാൻ എന്താണ് ചെയ്തത്? എസ് ഫോമിന് പകരം V1 ഫോം ഉപയോഗിച്ചു. അപ്പൊ എന്താണ് V1ഉം എസ് ഫോമും തമ്മിലുള്ള വ്യത്യാസം? അർത്ഥമൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ നോക്കിയാ ഗോ ഗോസ്, രണ്ടിന്റെ അർത്ഥം പോകുന്നു എന്നാണ്. അതേപോലെ പ്ലേ പ്ലേസ്, രണ്ടിന്റെ അർത്ഥം എന്താ? കളിക്കുന്നു എന്നാണ്. സിംഗ് സിങ്സ്, രണ്ടിന്റെ അർത്ഥം എന്താണ്? പാടുന്നു എന്നാണ്. വർക്ക് വർക്ക്സ്, രണ്ടിന്റെ അർത്ഥം ജോലി ചെയ്യുന്നു എന്നാണ്. അർത്ഥമൊക്കെ സെയിമാ. പിന്നെ എന്തിനാ ഈ രണ്ട് ചങ്ങായിമാര്? സിമ്പിൾ ആണ്. ഒന്ന് സബ്ജക്റ്റ് സിംഗുലർ, അതായത് സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ ഒരാളെ ഉണ്ടെങ്കിൽ ഇവിടെ വെർബിന്റെ കൂടെയും എസ് വേണം. എസ് എന്ന് പറഞ്ഞാൽ തന്നെ സിംഗിൾ ആണെന്ന് ഓർത്തുവെച്ചാൽ മതി. അപ്പൊ സബ്ജക്റ്റ് ഒരാളെ ഉണ്ടെങ്കിൽ വെർബിന്റെ കൂടെ എസ് വേണം. പഠിച്ചല്ലോ. അതേപോലെ സബ്ജക്റ്റ് കുറെ ആളുകൾ ഉണ്ടെങ്കിൽ വെർബിന്റെ കൂടെ എസ് വേണ്ട, V1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഷീ എന്ന് പറഞ്ഞാൽ അവൾ എന്നല്ലേ. അവൾ പാടുന്നു എന്നെങ്ങനെ നമ്മൾ പറയാ? അവൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ ഷീ സിങ്സ്. എന്നാൽ അവർ പാടുന്നു എന്നാണെങ്കിലോ അവർ എന്നുള്ളതിന് ദേ എന്നല്ലേ പറയാ. അവർ പാടുന്നു എന്നാവുമ്പോ കുറെ ആൾക്കാരുണ്ട്, അപ്പൊ എന്താ പറയാ? ദേ സിംഗ്. മനസ്സിലായില്ലേ? ഇനി സച്ചിൻ കളിക്കുന്നു. സച്ചിൻ എത്ര ആളുണ്ട്? ഒരാള്, അപ്പൊ സച്ചിൻ പ്ലേസ് അല്ലെ. സച്ചിനും ധോണിയും കളിക്കുന്നു എന്ന് എങ്ങനെ പറയാ? സച്ചിൻ ആൻഡ് ധോണി പ്ലേ. മനസ്സിലായില്ലേ? അപ്പൊ വ്യത്യാസം എന്താ? ഒരാളാണെങ്കിൽ എസ് ഫോം, ഒന്ന് കൂടുതലുണ്ടെങ്കിൽ V1. അപ്പം ഇത് എഡിറ്റിംഗിൽ വരും, ശ്രദ്ധിച്ചോ. അപ്പം V1 എസ് ഫോം ഒക്കെ കണ്ടിട്ടുണ്ട്. സബ്ജക്ട് സിംഗിൾ ആണോ പ്ലൂറൽ ആണോ നോക്കിയാൽ ഞാൻ കൂടെ ഒന്ന് പറയാണ്. എല്ലാ ഗ്രാമറും ടച്ച് ചെയ്തിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ കണ്ടു വെർബിന്റെ 2 ഫോംസ്. ആദ്യത്തെ 2 ഫോംസ് V1 എസ് ഫോം. ഇവന്മാർ 2 പേരും ഒരൊറ്റ കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഈ കുടുംബത്തിന് മക്കളെ ഒരു പേരുണ്ട്, പഠിച്ചു വെച്ചോ. ആ കുടുംബത്തിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. എന്താ പറയാ? സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞ ഫാമിലിയിലെ 2 മൊയിന്തുകളാണ് ആരൊക്കെ? V1ഉം എസ് ഫോമും. പഠിച്ചോ മക്കളെ? സെറ്റല്ലേ? സെറ്റല്ലേ? ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ ലൈക്ക് ഇടണേ. ഇനി അടുത്ത മൊയിന്ത് ഏതാ അറിയോ? V2. ഇവർ അയൽവാസിയാണോ അല്ലെങ്കിൽ ചേട്ടനാണോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം, എന്തായാലും ഒരു പരട്ടേട്. ഓക്കെ, അപ്പൊ ഈ ചെങ്ങായി V2 ഫോം, ഇവൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, കഴിഞ്ഞ ആക്ഷനാ. ഇപ്പൊ ഇവിടെ നോക്കിയാ വെന്റ്. വെന്റ് ഇവിടെ ഗോയിങ് ഗോസിന്റെ അർത്ഥം പോകുന്നു എന്നല്ലേ. വെന്റിന്റെ അർത്ഥം പോയി, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പം ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വെർബ് പ്രവൃത്തി കഴിഞ്ഞാലാണ് നമ്മൾ V2 ഫോം ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞു, ഇനിയിപ്പോ ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. പിന്നെ പ്ലേ പ്ലേസ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നു എന്നല്ലേ. എന്നാ പ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താ? കളിച്ചു, കഴിഞ്ഞു അല്ലെ, പരിപാടി കഴിഞ്ഞു. പിന്നെ സിംഗ് സിങ്സ് എന്ന് പറഞ്ഞാൽ പാടുന്നു എന്നല്ലേ. അപ്പൊ സാങ്ങിന്റെ അർത്ഥം എന്താ? പാടി, പാടിക്കഴിഞ്ഞു അല്ലെ. പാടാം, നമുക്ക് പാടാം. ഇനി വർക്ക് വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ചെയ്യുന്നു. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത് കഴിഞ്ഞു, ജോലി ചെയ്ത് കഴിഞ്ഞോ അല്ലെ. അപ്പോ ഈ പറഞ്ഞ സാധനങ്ങൾ മൊത്തം V2 ഫോം ആണ്. അപ്പൊ ഈ V2 ഫോം വേറൊരു ഫാമിലി ആവൂലേ? ഇവന്മാരായിട്ട് ഒരു ബന്ധമില്ല അല്ലെ. ഇവന്മാര് ചെയ്ത ആക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇവന്മാരെ കാട്ടി കുറച്ച് മൂത്ത പുള്ളിയാണ്, ചേട്ടനാണ് അല്ലെ, അല്ലെ മൂത്താപ്പന്റെ മോനാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കുക? സിമ്പിൾ പാസ്റ്റ്. എന്താ വിളിക്കുക? സിമ്പിൾ പാസ്റ്റ്. അപ്പൊ V2 ഫോം ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്? ഏത് തറവാട്ടിലെ ആളാണ്? സിമ്പിൾ പാസ്റ്റ്. V1 എസ് ഫോം ഏത് തറവാട്ടിലത്തെ ആളാണ്? സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഇനി ഞാൻ ഏത് ഗ്രാമറിൽ, ഇനി നമ്മൾ ഇതിന്റെ അടിയിൽ കുറെ ഗ്രാമറുകൾ പറയും, ഇഫ്റ്റോസ് ഒക്കെ പറയും. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയില്
മറ്റേ എന്താ പറയാ റിപ്പോർട്ടർ സ്പീച്ച് എടുക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മക്കൾ മനസ്സിലാക്കണം സിമ്പിൾ പ്രസന്റ് V1S ഫോം ഈ രണ്ട് കുറിപ്പുകളാണ് ഇതിലുള്ളത്. ഇനി സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം മക്കൾ ആലോചിക്കണം V2 ആ ചെങ്ങായിയാണ് ഇതിലുള്ളത്. ഒറ്റ ആളുള്ളൂ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ ഒരു ഒറ്റ അംഗമുള്ളൂ V2. സിമ്പിൾ പ്രസന്റിൽ രണ്ട് മൈന്തുണ്ട് V1ഉം S ഫോമും ഓർത്തച്ചോണ്ടിയെ. ഇനി രണ്ട് വയസ്സന്മാരുണ്ട് ഇവിടെ. ഓക്കെ, കുറച്ച് പക്വതക്കുള്ള രണ്ടാൾക്കാരാ. ഒന്നേതാ V3, മറ്റൊന്ന് ING. ഇതിന്റെ രണ്ടിനും നമുക്കിപ്പോ തൽക്കാലം ഫാമിലി ഒന്നും വേണ്ട. അവന്മാരങ്ങനെയാ വൈമ പോണ എല്ലായിടത്തും മഞ്ഞ് കയറും, എല്ലാ വീട്ടിലും പോയി തിന്നും. ഓക്കെ, മക്കളെ ഈ ഒരു സംഭവം മൊത്തം വെർബിന്റെ 5 ഫോം ഞാനിപ്പോ പരിചയപ്പെടുത്തി എന്തിനാണെന്ന് അറിയാം മക്കളെ. ഞാനൊരു ചെറിയൊരു കഥ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ആദ്യത്തെ 3 ചങ്ങായിമാരില്ലേ, സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും, അതായത് V1ഉം S ഫോമും V2ഉം, ഈ 3 ചങ്ങായിമാരും സിഗ്മ മെയിൽസ് ആണെന്ന് വിചാരിച്ചോളി. എന്താണ് സിഗ്മ മെയിൽസ്? എന്താണ് മക്കളെ സിഗ്മ മെയിൽസ് എന്ന് പറഞ്ഞാൽ? അധികം ആരോടും കമ്പനി ഒന്നും കൂടാൻ താല്പര്യമില്ലാതെ, പെൺകുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകാൻ കുറച്ച് മടിയുള്ളേ അങ്ങനത്തെ കുറെ പിള്ളേരുണ്ടാവും അല്ലെ. അങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ താല്പര്യമുള്ള, നമ്മളൊക്കെ വലിയ പവറിൽ നടക്കണം, ആരെ ഹെൽപ്പും വേണ്ട, സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സിഗ്മ മെയിൽസ് എന്ന് പറയും. അങ്ങനെയുള്ള ചക്കന്മാരെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 3 സിഗ്മ മെയിൽസ് ആണ് ആരെന്ന് വിചാരിക്കുക, നമ്മുടെ V1ഉം S ഫോമും V2ഉം. അതായത് ഇവന്മാർക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട എന്നാണ് പോകുമ്പോൾ പറഞ്ഞത്. നമുക്ക് ആരും വേണ്ട, നമ്മൾ ഒറ്റയ്ക്ക് മതി. ഓക്കെ, നമുക്ക് അങ്ങനെ ലവറും വേണ്ട, തേങ്ങയും വേണ്ട, കല്യാണം വേണ്ട, അങ്ങനെ നടക്കണം 3 എണ്ണം. അങ്ങനെ നടക്കണം, എന്ത് ചെയ്യാനല്ലേ അങ്ങനെ 3 എണ്ണം. ദെൻ എന്നാ V3ഉം INGയും അങ്ങനെ ഒന്നല്ല കേട്ടോ. ഇവന്മാര് കളിച്ചിട്ടൊന്നല്ല. ഇവന്മാർക്ക് എന്താ വെച്ചാല് ഭാര്യയുണ്ട്. ഭാര്യയല്ല മക്കളെ, ഭാര്യമാരുണ്ട്. ഓക്കെ, ഇവന്മാർക്ക് ലവേഴ്സ് ഒന്നും ഇല്ലാതെ നടക്കൂല. ഓക്കെ, അപ്പൊ ഇവന്മാർ എവിടെ വരികയാണെങ്കിലും, ഏത് സെന്റൻസിൽ വരികയാണെങ്കിലും ഇവരുടെ തൊട്ട മുന്നിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാര്യ ഉണ്ടാവും. എപ്പോഴും ഏതെങ്കിലും ഒരു ഭാര്യന്റെ കൂടെ നടക്കണം. അതിങ്ങനെ വെറൈറ്റിക്ക് 2-3 എണ്ണത്തിനെ മാറി മാറി ഇവർ കയറ്റി പിടിച്ചിരിക്കണം. ഓക്കെ, അതായത് ഒന്ന് കൂടുതൽ കല്യാണം കഴിച്ച 2 ചങ്ങൈമാരാണ് V3ഉം INGയും. അപ്പം കളിച്ചിട്ടൊന്നല്ല, മോശക്കാരല്ല. അപ്പൊ നമുക്കിവിടെ നോക്കിയാ ഗോന്റെ V3 ആണ് ഗോഡ്. അതേപോലെ തന്നെ പ്ലേന്റെ V3 ആണ് പ്ലേഡ്. ഇവിടെ നോക്കിയാ V2ഉം പ്ലേഡ്, V3ഉം പ്ലേഡ്. അടിപൊളി. ഇവിടെ നോക്കിയാ വർക്കിന്റെ V2ഉം വർക്കഡ്, V3ഉം വർക്കഡ്. ഇങ്ങനെ V2ഉം V3ഉം EDയിൽ അവസാനിക്കുന്നതിന് നമ്മൾ റെഗുലർ വെർബ് എന്നാണ് പറയാ. ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. V2ന്റെ EDയിൽ അവസാനിച്ച V3ഉം സെയിം ആയിരിക്കും. എന്നാൽ ഇപ്പുറത്ത് നോക്കിയാ ഗോന്റെ V2 എന്ന് പറഞ്ഞ വെന്റ് ആണ്, എന്നാൽ V3 ഗോൺ ആണ്. അതേപോലെ തന്നെ സിംഗിന്റെ V2 സാങ് ആണ്, V3 സങ് ആണ്. ഇതുപോലെ കുറെ ഉണ്ട്. ഡ്രൈവിന്റെ ഡ്രോവ് ആണ്, V3 ഡ്രിവൺ ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. V2ഉം V3ഉം നമുക്ക് ആവശ്യം വരും. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെർബുകളുടെ V2ഉം V3ഉം പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വിചാരിച്ചാൽ, ഈ ആദ്യത്തെ 3 എണ്ണം സിഗ്മ മെയിൽസ് എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? ഇവന്മാർ ഏത് സെന്റൻസിൽ വരികയാണെങ്കിലും ഒറ്റയ്ക്ക് വരും. സിംഗിൾ ആതാ വരും എന്ന് പറഞ്ഞ മാതിരി ഈ V1ഉം S ഫോമും V2ഉം, അതായത് സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും ആണെങ്കിൽ അതിലുള്ള വെർബ് സിംഗിൾ ആയിട്ടേ വരുള്ളൂ. ഓക്കെ, ഇവന്മാർക്ക് ഒറ്റയ്ക്ക് മതി. ഇവന്മാർ സിഗ്മകളാണ്, ഇവന്മാർക്ക് ആരും വേണ്ടല്ലോ. എന്നാൽ നമ്മൾ പറഞ്ഞ V3ഉം INGയും ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ, അതായത് ഗോയിങ് എന്നോ ഗോൺ എന്നോ അല്ലെങ്കിൽ പ്ലേയിങ് എന്നോ പ്ലേഡ് എന്നോ ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു ഹെൽപ്പിംഗ് വെർബ് നിർബന്ധമായിട്ടുണ്ടാവും. ആ ഹെൽപ്പിംഗ് വെർബാണ് ഇവന്മാരുടെ പൊണ്ടാട്ടികൾ, പെണ്ണുങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ V3 ഫോമാണ് ഒരു സെന്റൻസിൽ വരുന്നെങ്കിൽ അതിന്റെ മുന്നിൽ 3 പെണ്ണുങ്ങളുള്ള എന്താണ് ഇത്? ഈ V3 ഫോം. ആരൊക്കെയാ V3 ഫോമിന്റെ പെണ്ണുങ്ങൾ? ഹാവും, ഹാസും, പിന്നെ ഹാഡും. ഓക്കെ, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരുത്തരില്ലാതെ നമ്മുടെ V3 ഫോം സെന്റൻസിൽ വരില്ല. ഒരു നോർമൽ സെന്റൻസിൽ, അതായത് ആക്റ്റീവ് സെന്റൻസിൽ ആരുണ്ടാവും? V3 ഫോമിന്റെ മുന്നിൽ ഹാസ് എന്നോ ഹാവ് എന്നോ ഹാഡ് എന്നോ ഉണ്ടാവും. ഉദാഹരണത്തിന് ഐ റിട്ടൺ എ ലെറ്റർ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം റിട്ടൺ V3 ഫോം, റൈറ്റിന്റെ V3 ഫോമാണ്. അപ്പം അവൻ ഒറ്റയ്ക്ക് വരില്ല, അവന്റെ കൂടെ ഒരു പെണ്ണുങ്ങൾ വരണം. ഒന്നുകിൽ ഐ ആയതുകൊണ്ട് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയാം. ഇനി ഷീ ആണെങ്കിൽ ഒറ്റ ആളുള്ളൂ, അപ്പൊ എന്താ? ഷീ ഹാസ് റിട്ടൺ എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ എന്താണ്? ഗോന്റെ V3 ഫോമാണ് ഗോൺ അല്ലെ. അവൾ മുംബൈയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഷീ ഹാസ് ഗോൺ ടു മുംബൈ. അവർ മുംബൈയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ദേ ഹാവ് ഗോൺ ടു മുംബൈ. അവർ മുംബൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിൽ ദേ ഹാഡ് ഗോൺ ടു മുംബൈ. അപ്പോൾ ഗോൺ എന്ന V3 വന്നപ്പോൾ അതിന്റെ മുന്നിൽ ആരൊക്കെ വന്നു? ചിലപ്പോൾ ഹാസ് വരും, ചിലപ്പോൾ ഹാവ് വരും, ചിലപ്പോൾ ഹാഡ് വരും. എന്തായാലും ഈ 3 പെണ്ണുങ്ങളില്ലാതെ V3 ഫോം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഈ പെണ്ണുങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹെൽപ്പിംഗ് വെർബ്. അത് നമ്മൾ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്തായാലും മനസ്സിലാക്കുക, ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ചങ്ങായിയാണ്, അല്ലെങ്കിൽ ഭാര്യമാരില്ലാത്ത, മുന്നോട്ട് പോവാനേ കഴിയാത്ത ആൾക്കാരാണ് ആര്? V3ക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഭാര്യമാര് കൂടെ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ INGയോ? V3ക്ക് 3 എണ്ണം ഉണ്ട്, ING വിട്ടെടുക്കുവോ? INGക്ക് 5 എണ്ണം ഉണ്ട്. പാഞ്ചാലിന്റെ ഭാര്യ. എന്താണ്? ഈ INGക്ക് 5 പെണ്ണുങ്ങളാട്ടോ. ഏതൊക്കെയാ? ഈസ്, ആം, ആറ്. പിന്നെ വരെ മൂത്ത 2 എണ്ണം. ആരൊക്കെ?
വാസ് വേർ. ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും V2 ഫോമുകളാണ് വാസും വേറും കേട്ടോ. ഈ 5 എണ്ണം INGന്റെ പെണ്ണുങ്ങളാണോ? അതായത് ING ഫോം. ഇപ്പൊ ഉദാഹരണത്തിന് പ്ലേയിങ്, ഗോയിങ്, സിംഗിങ്, വർക്കിംഗ്, ഇവന്മാരൊന്നും ഒറ്റക്ക് സെന്റൻസിൽ വരില്ല. ഹി റീഡിങ് എ ബുക്ക് നമ്മൾ പറയോ? ഇല്ല. ഒന്നുകിൽ ഹി ഈസ് റീഡിങ് എ ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി വാസ് റീഡിങ് എ ബുക്ക് എന്ന് പറയാം. ഐ പ്ലേയിങ് ഫുട്ബോൾ നമ്മൾ പറയോ? ഇല്ല. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറയാം. അതുപോലെ ദേ സിംഗിങ് എ സോങ് എന്ന് പറയോ? ഇല്ല. ഒന്നുകിൽ ദേ ആർ സിംഗിങ് എ സോങ് എന്ന് പറയണം, അല്ലെങ്കിൽ ദേ വേർ സിംഗിങ് എ സോങ് എന്ന് പറയണം. അപ്പൊ മനസ്സിലാക്കുക, ഈസ്, ആം, ആർ, വാസ്, വേർ, ഈ 5 കൊണ്ടാട്ടികളുള്ള ഒരു മഹാനാണ് ആര്? ING ഫോം. അതായത് 5 ഹെൽപ്പിംഗ് വെർബുകൾ ഏതെങ്കിലും ഒന്ന് വന്നാലേ ING ഫോം ഒരു സെന്റൻസിൽ നിങ്ങൾ കാണൂ, അല്ലെങ്കിൽ മൂപ്പർക്ക് ഒരു പട്ടിന്റെ വില പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തൽക്കാലം ഇവന്മാരങ്ങോട്ട് ഒഴിവാക്കാണ് കേട്ടോ. ഇവന്മാരോടെ കട്ടെ, പെണ്ണുങ്ങളും കൂട്ടലും കുടുംബങ്ങളൊക്കെ ആയിട്ട് അവരവിടെ കട്ടെ. നമ്മൾ ഈ സിഗ്മ മെയിൽസിനെ കുറിച്ചാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പോണത്. അപ്പം ഈ സിഗ്മ മെയിൽസ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെന്റൻസിൽ ആരുണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കി. ആ സെന്റൻസിൽ ആരുണ്ടാവില്ല? ഹെൽപ്പിംഗ് വെർബുകൾ ഉണ്ടാവൂല. കാരണം ഇവർ ഒറ്റക്ക് നിൽക്കുന്നവരാ. അപ്പൊ ഞാനൊരു സെന്റൻസ് ചെയ്താൽ പോണ്, ശ്രദ്ധിച്ചോ. ഷീ വന്നാ പിന്നെ ഏത് ഫോമാ വരിക? എസ് ഫോം. കാരണം എന്താ? ഷീ ഒരാളേ ഉള്ളൂ. ശ്രദ്ധിക്കണേ. ഷീ ഗോസ് ടു സ്കൂൾ. എന്തായത്? ഷീ ഗോസ് ടു സ്കൂൾ അല്ലെ? അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് സിമ്പിൾ പ്രസന്റാ. ഇത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല. ഇതിലെ വെർബ് ഏത് ഫോമാ? എസ് ഫോം ആണ്. എസ് ഫോം ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ഒരാളും കൂടി ഉണ്ട്, V1 അല്ലെ. ഞാൻ വേറെ സെന്റൻസ് ചെയ്ത് തരാം. ദേ പ്ലേ ക്രിക്കറ്റ്. ദേ പ്ലേ ക്രിക്കറ്റ്. സോ ഇതിലും ഹെൽപ്പിംഗ് വെർബ് ഇല്ല അല്ലെ. ഈസ്, ആം, ആർ ഇങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് വെർബ് ഇല്ല. ആസ്, ഹാവ് ഇങ്ങനത്തെ ഒന്നുമില്ല. സോ ഇതിലെ വെർബ് V1 ഫോം ആണ്. ആ V1 ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. ഇനി വേറെ എഴുതി തരാം. ഇവിടെ നോക്ക്. രാജു ഡ്രാങ്ക്, ഡ്രിങ്കിന്റെ V2 ആണ്. ഡ്രാങ്ക് കേട്ടോ. ഡ്രാങ്ക് മിൽക്ക്. രാജു പാല് കുടിച്ചു. രാജു പാല് കുടിച്ചോട്ടെ. ഓക്കെ, അപ്പോ ഡ്രാങ്ക് എന്നുള്ളത് V2 ഫോം ആണ്. അതുകൊണ്ട് ഇതിലും ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. കാരണം V2 ഫോം ആണ് വെർബ് വന്നിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, വെർബ് V1ലോ എസ് ഫോമിലോ അല്ലെങ്കിൽ V2 ഫോമിലോ വന്നാൽ ആ സെന്റൻസിൽ ആരുണ്ടാവൂല? ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവൂല. ഇവന്മാര് സിഗ്മ മെയിൽസ് ആണ്. ഇവർക്ക് ആരുടെ ഹെൽപ്പും വേണ്ട. ഞങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. പക്ഷേ മക്കളെ, നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. കള്ളന്മാരാ. ഈ സിഗ്മ മെയിൽസ് മൊത്തം കള്ളന്മാരാ. പുറമെ ഇങ്ങനെ പറയും ഞങ്ങൾക്ക് ആരും വേണ്ടാന്ന്. പക്ഷെ മക്കളെ, ഇവരുടെ ഉള്ളിൽ തന്നെ ഇവർക്ക് നല്ല സെറ്റപ്പുകൾ ഉണ്ട്. ആ സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? വേറെ ആള് വേണ്ടാന്ന് പറയുന്നത്. പക്ഷെ ഈ സെറ്റപ്പ് ഇടക്ക് നമ്മൾക്ക് പുറത്ത് ചാടും. അത് എപ്പോഴാന്നുള്ളതൊക്കെ നമ്മൾ ഇനി പഠിക്കും. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കും. എന്തായാലും മനസ്സിലാക്കിക്കോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോണത്. എല്ലാ ദേവസാനം ഗോസ്നക്കൾ എന്താ? ഗോസ് റൈറ്റ്സ് ഒക്കെ എസ് ഫോം അല്ലേ? എല്ലാ എസ് ഫോമിന് ഈ ദുനിയാവിൽ ഏതൊക്കെ എസ് ഫോം വെർബുകളുണ്ടോ അതിനകത്തൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പാണ് ഡസ്. ഏതാണ്? ഡസ്. അപ്പൊ മനസ്സിലാക്കുക, ഈ എസ് ഫോമിലുള്ള ഒരു വെർബിനകത്തുള്ള ഹെൽപ്പിംഗ് വെർബാണ് ഏത്? ഡസ്. അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഡസ് പ്ലസ് ഗോ എന്നുള്ളതാണ് മക്കളെ ഗോസ് ആയിട്ട് മാറിയത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാണ് ഈ ചങ്ങായി നമുക്ക് പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? മൂപ്പരുടെ ഉള്ളിൽ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്. മൂപ്പർക്ക് വേറെ ആള് വേണ്ട. ഓക്കെ, അതുകൊണ്ടാണ് മൂപ്പർ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ എപ്പോഴും കാണുന്നത്. അല്ല ഈസ്, ആം, ആർ ഒന്നൊക്കെ വേണ്ടടാ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഡസ് ഉണ്ട്. ഡസ് മോളുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആരും വേണ്ടടാ എന്നാണ് മൂപ്പര് പറയണത്. അതേപോലെ തന്നെ പ്ലേന്റെ ഉള്ളിൽ ആരുണ്ട്? ഡുണ്ടുമോളുണ്ട്. ആരാ? ഡു അല്ലേ? അപ്പൊ എല്ലാ V1നും പ്ലേ ആയാലും ഗോ ആയാലും റൈറ്റ് ആയാലും ഏത് V1 ഫോമിലുള്ള വെർബ് എടുത്താലും അതിനകത്ത് ആരുണ്ടെന്ന് മനസ്സിലാക്കണം. ഡു ഉണ്ട്. ഓക്കെ, അപ്പൊ ഡു പ്ലസ് പ്ലേ ആണ് മക്കളെ പ്ലേ. ഓക്കെ, അപ്പൊ ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്. ഡു പ്ലസ് തിങ്ക് ആണ് തിങ്ക്. എന്നാ ഡസ് പ്ലസ് ഗോ ഗോസ്. ഡസ് പ്ലസ് പ്ലേ പ്ലേസ്. അപ്പൊ എല്ലാ എസ് ഫോമിനകത്തും ഡസ് ഉള്ള പോലെ എല്ലാ V1 ഫോമിലുള്ള വെർബിനകത്തും ആരുണ്ട്? ഡു ഉണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ എല്ലാ V2ന്റെ അകത്തുമുള്ള സെറ്റപ്പ് ആരായിരിക്കും? V2 ഫോമിനകത്ത് ഒളിച്ചിരിക്കുക? വേറെ ആരുമില്ല മക്കളെ, ഡിഡ് ആണ്. ഓക്കെ, അപ്പൊ V2 ഫോമിന്റെ പെണ്ണുങ്ങൾ ഉണ്ട് അല്ലെ? സെറ്റപ്പ് ഉണ്ട്. ആരാണ്? ഡിഡ്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റിലോ സിമ്പിൾ പാസ്റ്റിലോ വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത് ഇതിനകത്ത് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാന്ന്. ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഒളിച്ചിരിക്കുകയാണ്. ആ വെർബിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിൽ എസ് ഫോം ആണ് വരുന്നതെങ്കിൽ ആ എസ് ഫോമിനകത്ത് ഡസ് ഉണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അടുത്ത ഗ്രാമർ ഒറ്റയടിക്ക് എടുക്കും. അതിന്റെ ബേസ് ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് എടുത്തു തന്നിട്ട്. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക്
അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സിമ്പിൾ പ്രസന്റിൽ V1 ഫോമിലാണ് നമ്മുടെ സെന്റൻസ് എങ്കിൽ ആ വെർബിനകത്ത് ആര് ഒളിച്ചിരിപ്പുണ്ട്? ഒരു കള്ളത്തിയുണ്ട്, അതാണ് ഡു അല്ലെ, ഡുണ്ട് ബോൾ. പിന്നെ അടുത്ത ആരാണ്? ഡിഡ് അല്ലെ. ഏതിനകത്താണുള്ളത്? ഡിഡ്. എല്ലാ V2 ഫോമിനകത്തും ഡിഡ് ഉണ്ട്. അപ്പൊ ഒരു സെന്റൻസിൽ ഡിഡ് കണ്ട അപ്പം മനസ്സിലാക്കാതെ സിമ്പിൾ പാസ്റ്റ് ആണ് മോനെ, V2 ഫോം ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ കിട്ടിയില്ല മക്കളെ? ഈ മക്കളെ നമ്മൾ വെർബിന്റെ കൂടെ വരുന്ന ഈ സഹായികൾ ഉണ്ടല്ലോ, നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനം, ആ സാധനങ്ങൾക്ക് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്നല്ലേ പറയാ. വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വെർബിന്റെ മുന്നിൽ വരുന്നതാണല്ലോ. അപ്പൊ ഈ ഹെൽപ്പിംഗ് വെർബുകൾ ഒരുപാടുണ്ട്. പ്രധാനമായിട്ടും 24 ഹെൽപ്പിംഗ് വെർബുകൾ ഉണ്ട്. ഇതിലെല്ലാം ഒന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഹെൽപ്പിംഗ് വെർബുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഹെൽപ്പിംഗ് വെർബുകളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇത് മക്കൾ എന്തായാലും പഠിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ മനസ്സിലാക്കിക്കോ മക്കളെ, നമ്മുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ 5 ഹെൽപ്പിംഗ് വെർബുകളാണ് ഏതൊക്കെ? ഈസ്, ആം, ആർ, വാസ്, വേർ. ഇവന്മാര് വന്നാൽ വെർബ് ING ഫോമിലാവുന്ന നേരത്തെ പഠിച്ച ഓർമ്മല്ലേ? അതായത് ING ഫോമിന്റെ പെണ്ണുങ്ങളാണ് ഈ 5 എണ്ണം നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത 3 എണ്ണമാണ് ഇത് ഹാസ്, ഹാവ്, ഹാഡ്. ഇവന്മാർ ആരുടെ പെണ്ണുങ്ങളാ? V3 ഫോമിന്റെ പെണ്ണുങ്ങളാണ് അല്ലെ. ഇവന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ V3 ഫോമേ കൂടെ വരും അല്ലെ. പിന്നെ അടുത്ത ഡു, ഡസ്, ഡിഡ്. അതിൽ ഡു എന്ന് പറഞ്ഞാൽ V1 ആണ്, ഡസ് എന്ന് പറഞ്ഞാൽ S1 ആണ്, ഡിഡ് V2 ആണ്. നമ്മൾ പറഞ്ഞു ഡു ഡസ് സിമ്പിൾ പ്രസന്റ്, ഡിഡ് സിമ്പിൾ പാസ്റ്റ്. ഓർത്തു വെക്കണേ. ഇനി അടുത്തത് വില്ല്. വില്ലിന്റെ ചേട്ടനാണ് വുഡ്. ഷാള്, ഷാളിന്റെ ചേട്ടൻ ഷുഡ്. പിന്നെ ക്യാന്, ക്യാന്റെ ചേട്ടൻ കുഡ്. മേന്റെ ചേട്ടൻ മൈറ്റ്. പിന്നെ മസ്റ്റ്. മൂപ്പരും സിഗ്മ മൂപ്പരും ഒറ്റക്കാണ് കേട്ടോ. ഇനി അടുത്ത ഡീഡ്, ഡയർ, ഒട്ടു. ഇതൊന്നും പഠിക്കണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. നമുക്ക് അങ്ങനെ പരീക്ഷക്കൊന്നും ചോദിക്കില്ല. എന്തായാലും നിങ്ങൾ ഈ മസ്റ്റ് വരെ ഒന്ന് നോക്കി വെച്ചോണ്ടി. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിലൊക്കെ വരാം. അപ്പൊ മക്കളെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും നമുക്ക് തരുന്ന സെന്റൻസിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു എന്ത് വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒന്ന് ഓടിപ്പാഞ്ഞ് പറയാൻ കേട്ടോ. അപ്പൊ ഞാനിവിടെ 2 സെന്റൻസ് ചെയ്താണ്. ഹി ഈസ് എ എന്താ പറയാ സ്റ്റുഡന്റ്. ഹി ഈസ് എ സ്റ്റുഡന്റ്. അതേപോലെ ഞാനിവിടെ ഇരുന്നു ഹി ഈസ് നോട്ട് എ സ്റ്റുഡന്റ്. ഓക്കെ, ഞാനിവിടെ 2 സെന്റൻസ് എഴുതി. സോ ആദ്യത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും ഉള്ള വ്യത്യാസം എന്താടാ? ആദ്യത്തത് പോസിറ്റീവ് ആണ്, രണ്ടാമത്തെ നെഗറ്റീവ് ആണ്. അതെന്താ അങ്ങനെ? നമ്മൾ വല്ല ബ്ലഡ് ടെസ്റ്റ് ഇട്ട് നടത്തിയോ? അതല്ല സംഭവം. ഇവിടെ HIV പോസിറ്റീവിന്റെ കാര്യമല്ല. ഇവിടെ കണ്ട മക്കളെ ഈ നോട്ട്. അപ്പൊ നോട്ട്, ഒരു സെന്റൻസിൽ നോട്ട് എന്നോ നോ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇല്ല എന്നുള്ള അർത്ഥം വരുന്നത് അല്ലെ. അവൻ വിദ്യാർത്ഥി അല്ല എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇല്ല അല്ല എന്നൊക്കെ അർത്ഥം വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. എന്നാൽ നോട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത സെന്റൻസുകളാണ് പോസിറ്റീവ് സെന്റൻസുകൾ. ഈ 2 സെന്റൻസ് ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ നോക്കാം. എന്താ പരിപാടി അറിയാം മക്കളെ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ സബ്ജക്റ്റിൽ തുടങ്ങിയിട്ട് അവസാനിക്കുന്ന ഈ സെന്റൻസുകൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാം. ഓക്കെ, സബ്ജക്റ്റിൽ തുടങ്ങുന്ന എല്ലാ സെന്റൻസുകളും സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ ഒരു ചോദ്യം ഉണ്ടാക്കുകയാണ്. ആ ചോദ്യത്തിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഇറ്റ് ഈസ് എ പെൻ എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ഈസിൻറ്റ് ഇറ്റ്. അപ്പൊ ഈ ചോദ്യത്തെ ഈസിൻറ്റ് ഇറ്റ് എന്ന് ചോദിച്ച ആ ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇത് എന്തിനാ അങ്ങനെ ചോദിക്കണമെന്ന് അറിയോ? നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് സംഗതി ആ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഉദാഹരണത്തിന് ഇതൊരു പേനയാണ് അല്ലേ അല്ലെ. ഞാനൊരു ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ച അല്ലേ എന്നുള്ള ചോദ്യമാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ മലയാളത്തിൽ ചോദിക്കും. ഇനി ഞാൻ പറയണേ ഇതൊരു ചക്കയല്ല ആണോ അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ആണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാ. ഈ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരുന്നില്ലടാ. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. സിമ്പിൾ ആണ് പരിപാടി. ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് വരുന്നത് സബ്ജക്റ്റ് ആയിരിക്കും, രണ്ടാമത് വരുന്നത് വെർബ് ആയിരിക്കും. ഒന്നുകിൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ വെർബ് അല്ലെ. സോ നമ്മൾ നോക്കേണ്ട അത്രേ ഉള്ളൂ. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താ അറിയോ? ഇതും കൊണ്ട് തിരിച്ചിടുക എന്നുള്ള ഇതും കൊണ്ട് തിരിച്ചിട്ട് എന്തായി? ഈസ് ഹി നായി അല്ലെ. ഇത്ര സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. പക്ഷെ അതിന് ചെറിയ നിയമങ്ങളുണ്ട്, ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ടാഗിൽ 2 വേർഡ്സ് ആണ് ഉണ്ട്. ഞാൻ ഈ ഫസ്റ്റ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പോട്ടെ മക്കളെ. നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഈ മൊയ്തുകൾ ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ടോ? ഉണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ ഈസ്. അപ്പൊ ഇതൊരു ഹെൽപ്പിംഗ് വെർബ് അല്ലേ. ഈ ഈസ് ഇവിടെ ഇല്ലേ. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ആ ഹെൽപ്പിംഗ് വെർബ് നമ്മൾ ആദ്യം എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ നോട്ട് ഉണ്ടോ നോട്ട് ഇല്ല എന്നാണ്. ഇവിടെ നോട്ട് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നോട്ട് എഴുതണം. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് എഴുതേണ്ടത് നോട്ട് എന്ന് ഫുൾ എഴുതരുത്. ഓക്ക് പകരം മേലെ ഒരു കോമ ഇടാം. ഇൻറ്റ് എന്നാണ് വായിക്കുക. അപ്പൊ ഈസിന്റെ ഇത്ര സിമ്പിളാ. ഈസിന്റെ അരമാർക്ക് ഇപ്പൊ തന്നെ കിട്ടിട്ടോ. ഇനി നമ്മുടെ ഫസ്റ്റത്തെ സാധനം സബ്ജക്റ്റ് അല്ലേ. ഈ സബ്ജക്റ്റ് ഒരാളുടെ പേരാണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ ആണാണെങ്കിൽ ഹി എന്ന് വെക്കണം, പെണ്ണാണെങ്കിൽ ഷീ എന്ന് വെക്കണം, കുറെ ആൾക്കാരുണ്ടെങ്കിൽ ദേ എന്ന് വെക്കണം, ഒരു വസ്തുവോ ജീവിയൊക്കെ ആണെങ്കിൽ ഇറ്റ് എന്ന് വെക്കണം. ഇത്ര കാര്യമുള്ളൂ. എന്തൊക്കെയാ? ആണാണെങ്കിൽ ഹി, പെണ്ണാണെങ്കിൽ ഷീ, അതേപോലെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ദേ, പിന്നെ മൃഗങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ ആണെങ്കിൽ ഇറ്റ്. ഓക്കെ, ഇത് ഒന്നാണെങ്കിൽ. സോ ഇവിടെ ഓൾറെഡി പേരല്ലല്ലോ, ഹി എന്ന് തന്നെ വന്ന്. അപ്പൊ അതിൽ മാറ്റം വരുത്തണ്ട. അപ്പൊ നമ്മൾ എന്ത്
എന്ത് ചെയ്യാണ്? ഈസ് ഇൻഡ് ഹി. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാ മക്കളെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. ഇത്ര സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നോക്ക്, ഇതിലും ആദ്യം ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കണ്ടേ? ഏതാ ഹെൽപ്പിംഗ് വെർബ്? ഈസ് അല്ലെ. ഇനി ഇതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാ ഇതിൽ നോട്ട് ഉണ്ട്. അപ്പം പിന്നെ ഇവിടെ നോട്ട് വെക്കണോ? വെക്കണ്ട അല്ലെ. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആണ് അല്ലെ. സോ ഇവിടെ നമ്മൾ ഹീസ് എന്ന് എഴുതി. ഇനി സബ്ജക്ട് ഹി എന്നല്ലേ? ഹി എഴുതി. പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. ഇനി ഇവിടെ ഇപ്പൊ ഹെൽപ്പിംഗ് വെർബ് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് കിട്ടിയത്. എന്നാൽ ഞാൻ വേറെ സെന്റൻസ് ചെയ്താണ്. നോക്ക്, രാജു റൈറ്റ്സ് എ ലെറ്റർ. ഓക്കെ, രാജു റൈറ്റ്സ് എ ലെറ്റർ. എന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറഞ്ഞു. വേറെ സെന്റൻസ് ചെയ്താ ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. ഓക്കെ, ഫുട്ബോൾ. ഓക്കെ, ഇതിന്റെയും ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യം ഹെൽപ്പിംഗ് വെർബിലാണ് കണ്ടെത്തേണ്ടത്. പക്ഷെ ഈ പോയിന്റിന്റെ കൂടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഇല്ല. ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ പൊന്നു മക്കളെ നിങ്ങൾക്ക് അപ്പോൾ ഉറപ്പിക്കുക എന്താണ്? ഈ ചെങ്ങൈമാർ ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ V1 അല്ലെങ്കിൽ S ഫോം, സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ V2 ഫോം അല്ലെ. അപ്പൊ ഇതിൽ ഏതോ ഒരു ചെന്നായിരിക്കല്ലോ. നോക്കി അവിടെ റൈറ്റ്സ്, ഇത് S ഫോം അല്ലേ? S ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് അല്ലേ? S ഫോം വന്നുകൊണ്ടാണ് മക്കളെ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് നമ്മൾ കാണാത്തത്. പക്ഷേ സിഗ്മ മെയിലാണല്ലോ. ഇവന്റെ ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിപ്പില്ലേ? S ഫോമിനുള്ളിൽ ആരാ ഒളിച്ചിരിപ്പിക്കുന്നത്? ഡസ് അല്ലെ. അപ്പൊ ആ ചെങ്ങേനെ ഇവിടെ പുറത്തെടുത്താൽ പോരെ നമ്മള്. അപ്പൊ നമ്മൾ ഡസ് എഴുതി. ഇനി ഇതിൽ നോട്ട് ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പൊ ഡസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നു. ഡസിന്റെ നോട്ട് അങ്ങനെയല്ലേ ഉണ്ടാക്കല്. ഇനി ഇവിടെ രാജുവേട്ടനല്ലേ? രാജു ആണല്ലേ? അപ്പൊ ഡസിന്റെ രാജു എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ആണാണെങ്കിൽ ഹി. അപ്പൊ എങ്ങനെ വരിക? ഡസിന്റെ ഹി. ഓക്കെ, അത്ര പെട്ടെന്ന് മാർക്ക് ഇട്ട് നോക്കിയാ. ഇനി അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് കാണുന്നുണ്ടോ? ഈ സോമാറോ വാസോ വേറെ ഒരുത്തനും ഇല്ല. അതിന്റെ കാരണം എന്താ മക്കളെ? ഇവിടെ V1 ആണ്. V1 ആയാലും S ഫോം ആയാലും V2 ആയാലും അതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. അപ്പൊ V1 ആയതുകൊണ്ട് ഇതിനകത്ത് ആരാ ഉള്ളത്? ഡു ആണ്. അപ്പൊ ഇവിടെ എന്താ എഴുതണ്ടി? ഡു എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കണം. ഡോണ്ട് ആക്കി അല്ലെ. ഇനി ഇവിടെ ചിൽഡ്രൻ, കുറെ ആൾക്കാരില്ലേ? കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഏതാ എഴുതണ്ടി? ദേ എഴുതണം. അപ്പൊ ആൻസർ കിട്ടി. ഏതാ? ഡോണ്ട് ദേ. പരിപാടി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ച്. ഓക്കെ മക്കളെ, എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നമ്മൾ ഇനി പെട്ടെന്ന് പരിപാടി തീർക്കാൻ പോണ്. ബേസ് ഒക്കെ കഴിഞ്ഞിട്ടോ മക്കളെ. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന ചാപ്റ്ററിലെ നമ്മുടെ പെലായും മെലിസന്റെയും ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന ഒരു ചെറിയ സംഭാഷണത്തിന്റെ ശകലങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് മക്കൾ എന്ത് ചെയ്യണം? ഈ വിട്ടുപോയ ഭാഗങ്ങൾ ഫില്ല് ചെയ്യണം. വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഈ ഗ്രാമറുകളൊക്കെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പെലായ പറഞ്ഞ എന്താ? വി ഷുഡ് ട്രൈ ടു ഹെൽപ്പ് ദ ഓൾഡ് മാൻ. നമുക്ക് ആ ഓൾഡ് മാനെ ഹെൽപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ ഇട്ടു. എന്നിട്ട് ഡാഷ് ഇട്ടിട്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. സോ നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കോമ വന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ ഉറപ്പിച്ച മക്കളെ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട. രണ്ട് വേർഡ്സ് ഹെൽപ്പിംഗ് വെർബും സബ്ജക്റ്റും കണ്ടെത്തിയാൽ പോരെ. നമുക്കറിയാം ഹെൽപ്പിംഗ് വെർബ് എന്ന് ആദ്യം വരുന്നത് ആരായിരിക്കും? സബ്ജക്റ്റ്. രണ്ടാമത് വരുന്ന ആരായിരിക്കും? ഹെൽപ്പിംഗ് വെർബ്. നമ്മൾ നേരത്തെ പോലെ ഈസമാർ അതിന് കാണാൻ പഠിച്ചാൽ മതി. ഷുഡ് ആയില്ലേ ഹെൽപ്പിംഗ് വെർബ് അല്ലേ? അപ്പൊ നമ്മൾ ഷുഡ് എഴുതി അല്ലെ. ഇനി എന്താ നോക്കേണ്ടത്? ഇതിൽ നോട്ട് ഉണ്ടോ നോക്കുക. ഇല്ല. അപ്പൊ എന്ത് എഴുതണം? ഷുഡിന്റെ എഴുതണം. ഇനി ഇവിടെ സബ്ജക്റ്റ് വി അല്ലേ? ആരുടെയും പേരല്ലല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഷുഡിന്റെ വി അല്ലെ. പ്രോനൗൺ ആണെങ്കിൽ ഒരു മാറ്റം വരുത്തണ്ട. ഷുഡിന്റെ വി. ഒരു മാർക്ക് കിട്ടിയാടാ. എത്ര സിമ്പിളാ നോക്കിയാ. ഇനി അടുത്ത് നോക്കിയാ വുഡ് യു മൈൻഡ്. ഈ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഇട്ട് പരിപാടി ഇല്ല. എത്ര സിമ്പിളാണ് ഒരു മാർക്ക് കിട്ടാൻ. വുഡ് യു മൈൻഡ് എന്തിനാ ഉപയോഗിക്കാറ് മക്കളെ? വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ നിഷ്കുവായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ചോദിക്കാനാണ് നമ്മൾ വുഡ് യു മൈൻഡ് ഉപയോഗിക്കുക. നോർമലി നമ്മൾ റിക്വസ്റ്റ് ഉപയോഗിക്കാൻ പ്ലീസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക അല്ലെ. പ്ലീസ് ഗീവ് മീ സം വാട്ടർ ഇങ്ങനെയൊക്കെയല്ല നമ്മൾ ചോദിക്കുക. എന്നാൽ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് കുനിയാന്യത്തിനായിട്ട് വെള്ളം ചോദിക്കുക എങ്ങനെ അറിയാം മക്കളെ? വുഡ് യു മൈൻഡ് ഗിവിംഗ് മീ സം വാട്ടർ അല്ലെ. എനിക്ക് കുറച്ച് വെള്ളം തരുന്നതിൽ വിരോധമുണ്ടോ? അപ്പൊ അത്രയും പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദ്യം വരെ റിക്വസ്റ്റ് ചെയ്യുന്നതിനാണ് വുഡ് യു മൈൻഡ് ചോദിക്കുക. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് അകത്തേക്ക് വരാൻ വേണ്ടി എന്താ പറയാ? പ്ലീസ് കമിൻ അല്ലെ. ഇത്ര പറയുള്ളൂ. എന്നാൽ കുറച്ച് റിക്വസ്റ്റോട് കൂടിയിട്ട് അകത്തേക്ക് വന്നാലും എന്നിങ്ങനെ പറയാ? വുഡ് യു മൈൻഡ് കമ്മിങ് ഇൻസൈഡ് അല്ലെ. വളരെ അകത്തേക്ക് വരാൻ വിരോധമുണ്ടോ അല്ലെങ്കിൽ വന്നാലും എന്ന് പറയാണ്. സോ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് സെന്റൻസ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ മക്കളെ ING ഫോമിലുള്ള വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ വെർബിന്റെ അഞ്ചാമത്തെ ഫോം ING അല്ലെ. ആ ING ഫോമിലുള്ള വെർബാണ് വുഡ് യു മൈൻഡിന് ശേഷം ഉപയോഗിക്കേണ്ടത്. പിന്നെ വന്നാലും അല്ലെങ്കിൽ വരാൻ വിരോധമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? വുഡ് യു മൈൻഡ് കമ്മിങ്. ഇവിടുന്ന് പോകുന്നതിൽ
വിരോധമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? വുഡ് യു മൈൻഡ് ഗോയിങ് ഫ്രം ഹിയർ? അല്ലെ, ഇവിടെ ഇരിക്കാൻ വിരോധമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? വുഡ് യു മൈൻഡ് സിറ്റിംഗ് ഹിയർ? അല്ലെ, അപ്പൊ ഇത്ര കാര്യമുള്ളൂ. അപ്പൊ എന്തായാലും മക്കൾക്ക് ഉറപ്പിക്കുക, വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ING ഫോമിലുള്ള ഒരു വെർബാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? പ്ലേയിങ്, സിംഗിങ്, റൈറ്റിംഗ്, ഇങ്ങനെ ഇഷ്ടം പോലെ ING ഫോം ഉണ്ട്. ഏതെങ്കിലും ഒരു വെർബാണ് ഇവിടെ വരുന്നത്. അത് ഏത് വെർബാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അടുത്ത റിപ്ലൈയിൽ നോക്കണം. ഇവിടെ എന്താ സംഭവിച്ച മക്കളെ? എലിസന്റെ എന്തോ ഒരു റിക്വസ്റ്റ് ചെയ്താണ്. എലിസന്റെ പെലയോട് വുഡ് യു മൈൻഡ് ചോദിച്ചിട്ട് എന്തോ റിക്വസ്റ്റ് ചെയ്താണ്. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ എന്തോ ചെയ്യാമോ എന്നാണ് ചോദിച്ചത്, ചെയ്യാൻ വിരോധം ഉണ്ടോന്ന്. അപ്പൊ നമ്മുടെ പെലായ നോ, പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണത് ദർ ഈസ് നോ നീഡ് ഓഫ് ക്ലീനിങ്, ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ? ഹി വിൽ ബി ഓക്കെ ഇൻ ദ ചിക്കൻ കൂപ്പ്, അയാൾ ചിക്കൻ കൂപ്പിൽ ഓക്കെ ആണ്, ഓക്കെ ആയിരിക്കും എന്ന് പറയാണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഈ എലിസന്റെ കൊടുത്ത ഒരു റിക്വസ്റ്റ്? ഈ ചിക്കൻ കൂപ്പ് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് വിരോധം ഉണ്ടോന്നല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വെർബിന്റെ ക്ലൂ ഇവിടെ തന്നെ ഉണ്ട്, ക്ലീനിങ് അല്ലെ. അപ്പൊ എങ്ങനെ പറയാ? വുഡ് യു മൈൻഡ് ക്ലീനിങ് ദ ചിക്കൻ കൂപ്പ്? ചിക്കൻ കൂപ്പ് ക്ലീൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കൂപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ആ ഒരു വയസ്സിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവൾ റിക്വസ്റ്റ് ചെയ്തത് അല്ലെ. അപ്പൊ മനസ്സിലാക്കുക, റിപ്ലൈയിൽ ഉണ്ടാവും വെർബ്. ഇനി മക്കളെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അഥവാ നിങ്ങൾക്ക് റിപ്ലൈ വായിച്ചിട്ട് അർത്ഥമൊന്നും മനസ്സിലായില്ല, ഏത് വെർബ് വെക്കണം എന്ന് അറിയില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾ ഒന്നും നോക്കണ്ട. വുഡ് യു മൈൻഡ് വന്നാൽ പിന്നെ മക്കളെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. ഏതെങ്കിലും ഒരു വെർബ്, കമ്മിങ്ങോ ഗോയിങ്ങോ റൈറ്റിങ്ങോ, ഏതെങ്കിലും ഒരു വെർബ് അങ്ങോട്ട് എഴുതി വെച്ചേക്കണ്ടി. ഓക്കെ, ഒന്നും നോക്കണ്ട. ഈ ഗ്രാമർ ശരിയായതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് 100% കിട്ടും. ഓക്കെ, സംഗതി ഒക്കെ നിങ്ങൾ എഴുതിയ തെറ്റാണെങ്കിലും വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ING ഫോം ആണ് വരിക എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 മാർക്കെങ്കിലും കിട്ടും. പക്ഷേ നിങ്ങൾ റിപ്ലൈയിൽ നോക്കി കറക്റ്റ് ഗ്രാമർ കണ്ടെത്തിയ 1 മാർക്കാണ് കിട്ടുക. ഓരോ 1/2 മാർക്കും വിലപ്പെട്ടതാണ്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതിനുശേഷം എലിസന്റെ ഇവിടെ നോക്കിയാ എന്തോ ഒരു സാധനം കുറിപ്പ് ചോദിച്ചു അല്ലെ. ആ ചോദിച്ചത് എന്താണെന്ന് നമുക്കറിയണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ. ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, ഒരു സെന്റൻസും തന്നില്ല, ചുമ്മാ എന്തോ ചോദിച്ചതാണ് അല്ലെ. ഇപ്പൊ ഫുൾ സ്റ്റോപ്പിനൊക്കെ ശേഷം എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ കോമട്ടുകാണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാലാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ ഒന്നുമില്ല അല്ലെ. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാലൊക്കെ അതൊരു ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ചോദ്യങ്ങൾ മക്കളെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് WH ക്വസ്റ്റ്യൻ ഉണ്ട്, മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇതെന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കുറച്ച് ഹെൽപ്പിംഗ് വെർബുകൾ പറഞ്ഞില്ലേ? ഈസ്, ആം, ആർ, വാസ്, വേർ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഡു, ഡസ്, ഡിഡ്, വില്ലിഷ് ആണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? ആ ഹെൽപ്പിംഗ് വെർബുകളിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതാണ് മക്കളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഉദാഹരണത്തിന് ആർ യു എ സ്റ്റുഡന്റ് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ മറുപടി കൊടുക്കേണ്ടത്? യെസ്. സ്റ്റുഡന്റ് ആണെങ്കിൽ യെസ് എന്ന് പറയാം, സ്റ്റുഡന്റ് അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഡു യു നോ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. വിൽ യു കം വിത്ത് മീ എന്നൊരാൾ നിങ്ങളോട് ചോദിച്ചാൽ, ഓക്കെ, നല്ല സുന്ദരിയും സുന്ദരനൊക്കെയാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയും? യെസ് എന്ന് പറയും, അല്ലെങ്കിലോ നോ എന്ന് പറയും അല്ലെ. അപ്പൊ എന്തായാലും മക്കളെ അതേപോലെ ക്യാൻ യു സിംഗ് എ സോങ് എന്ന് ചോദിച്ചാൽ യെസ് അല്ലെങ്കിൽ നോ എന്നോ നിങ്ങൾ പറയാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഹെൽപ്പിംഗ് വെർബിൽ തുടങ്ങുന്ന ഈ ചോദ്യങ്ങളുടെ മറുപടി എപ്പോഴും ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും അല്ലെ. ഇപ്പൊ ആർ യു എ സ്റ്റുഡന്റ്, ആർ എന്ന ഹെൽപ്പിംഗ് വെർബിലാ തുടങ്ങിയത്. ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ക്യാൻ എന്ന ഹെൽപ്പിംഗ് വെർബിലാ തുടങ്ങിയത്. മേ ഐ കമിങ് സാർ, മേ എന്ന ഹെൽപ്പിംഗ് വെർബിലാ തുടങ്ങിയത്. ഡു യു നോ ഹിം, ഡു എന്നുള്ള ഹെൽപ്പിംഗ് വെർബിലാ തുടങ്ങിയത്. ഡിഡ് യു ഡു ദിസ്, ഡിഡ് എന്ന ഹെൽപ്പിംഗ് വെർബിലാ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഹെൽപ്പിംഗ് വെർബിലാണ് തുടങ്ങുന്നതെങ്കിൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ WH ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. വാട്ട്, വാട്ടിന്റെ അർത്ഥം എന്ത് എന്നാണ്. വിച്ച്, ഏത് എന്നാണ് അർത്ഥം. ഹു, ആര് എന്നാണ് അർത്ഥം. ഹൗ, എങ്ങനെ എന്നാണ് അർത്ഥം. ഹൗ മെനി, എത്ര എണ്ണം എന്നാണ് അർത്ഥം. ഹൗ ലോങ്, എത്ര കാലം എന്നാണ് അർത്ഥം. വൈ, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് എന്നാണ് അർത്ഥം. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ്സുകളൊക്കെ WH ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിനെ നമ്മൾ WH ക്വസ്റ്റ്യൻ എന്നാണ് വിളിക്കുക. ഇതിന്റെ പ്രത്യേകത എന്താ അറിയാം മക്കളെ? ഈ WH ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു റിപ്ലൈ കിട്ടിയിരിക്കണം. ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേർ ആർ യു ഗോയിങ് എന്ന് വെച്ചാൽ യെസ് എന്ന് ഉത്തരം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരാൾ നിങ്ങളോടൊക്കെയാണ് വാട്ട്സ് യുവർ നെയിം, നോ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഒരു ഉത്തരം കൊടുത്തിരിക്കണം അല്ലെ. വേർ ആർ യു ഗോയിങ് എന്ന് വെച്ചാൽ ഐ ആം ഗോയിങ് ടു സ്കൂൾ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ അപ്പം ചെയ്യുന്നത് അതിന് മറുപടി നിങ്ങൾ കൊടുത്തിരിക്കണം അല്ലെ. അപ്പം അങ്ങനെ ഒരു മറുപടി ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് WH ക്വസ്റ്റ്യൻ. അത് കണ്ടാൽ എങ്ങനെ മനസ്സിലാവുക? അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വാട്ടോ, വിച്ചോ, വെന്നോ, ഹുവോ, വേറോ, ഹൗവോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ എലിസന്റെ എന്തോ ഒരു ചോദ്യം ചോദിച്ചില്ലേ, അത് WH ക്വസ്റ്റ്യൻ ആണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ
ആണോ എന്ന് നമുക്ക് അറിയണം അല്ലെ? അറിയണം, അറിഞ്ഞേ പറ്റൂ. അതെങ്ങനെ അറിയാ? സിമ്പിൾ. ഈ റിപ്ലൈയിൽ യെസ് എന്നോ നോ എന്നോ ഉണ്ടോ? ഇല്ല. അപ്പൊ മനസ്സിലാക്കാതെ WH ക്വസ്റ്റ്യൻ ആണെന്ന്. നേരെ മറിച്ച് ഇവിടെ പലായ കൊടുത്തതിൽ യെസ്സോ നോയോ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ ഇവിടെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് WH ക്വസ്റ്റ്യൻ അല്ലേ ഇനി ഉണ്ടാക്കേണ്ടത്? അതെങ്ങനെ ഉണ്ടാക്കാം മക്കളെ? ശ്രദ്ധിച്ചോ. WH ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞു ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് വരും. അതിനുശേഷം പിന്നെ വെക്കേണ്ടത് നമ്മളെ ഹെൽപ്പിംഗ് വെർബാണ്. ശ്രദ്ധിച്ചേ. WH ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ വെക്കേണ്ട ഹെൽപ്പിംഗ് വെർബ്, പിന്നെ ഈ വെർബിലെ ആക്ഷൻ ഉണ്ടല്ലോ, ആ ആക്ഷൻ ചെയ്യുന്ന ആള് ആരാ? സബ്ജക്റ്റ്. പിന്നെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വെർബ്. അതിനുശേഷം അവസാനം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ WH ക്വസ്റ്റ്യന്റെ പാറ്റേൺ. ഇപ്പൊ ഉദാഹരണത്തിന് വേർ ആർ യു ഗോയിങ്, ഞാൻ ഇവിടെ എഴുതരാം. വേർ ആർ യു ഗോയിങ്. ഓക്കെ, ഇവിടെ ആറ് വന്നുകൊണ്ടാണ് ഗോയിങ് വന്നിട്ടോ. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ ഈസ് ആമ് ആറ് വാസ് വേർ. ഇവരുടെ പെണ്ണുങ്ങൾ ING അല്ല, അപ്പോൾ ING ഫോം അല്ലേ, അതാണ് ആറ് വന്നപ്പോ ING വന്നു കേട്ടോ. അപ്പൊ ഇത് നോക്കിയാ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വന്നു വേർ, പിന്നെ ഹെൽപ്പിംഗ് വെർബ് വന്നു, വേണ്ട ഹെൽപ്പിംഗ് വെർബ് ആറ്, പിന്നെ സബ്ജക്റ്റ് വന്നു. ഇവിടെ ഗോയിങ് എന്ന ആക്ഷൻ ചെയ്യുന്ന ആള് സബ്ജക്റ്റ് ഗീവ് ആണ് അല്ലെ. പിന്നെ ഗോയിങ് എന്ന് പറഞ്ഞ വെർബ് മെയിൻ വെർബും വന്നു. ഇങ്ങനെയാണ് WH ക്വസ്റ്റ്യന്റെ പാറ്റേൺ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി എടുത്ത് നോക്കാം. ശ്രദ്ധിക്ക്, ഇവിടെ നോക്കേ. When did she come? അവൾ എപ്പോഴാണ് വന്നത് അല്ലെ? നോക്കിയാ, when WH ക്വസ്റ്റ്യൻ ആണ്, did ഹെൽപ്പിംഗ് വെർബ് ആണ്, അതേപോലെ she സബ്ജക്റ്റ് ആണ്, come വെർബ് ആണ്. ഇതാണ് പാറ്റേൺ. അപ്പൊ ഈ പാറ്റേണിൽ വേണം നമ്മൾ ഇവിടുത്തെ ചോദ്യം ഉണ്ടാക്കാൻ. ആ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് കണ്ടെത്തണ്ടേ മക്കളെ. സോ ഇവിടെ നോക്കി എന്താ പെലായ റിപ്ലൈ പറഞ്ഞത്? We can give him some eggplant mush. നമുക്ക് അയാൾക്ക് കുറച്ച് എഗ് പ്ലാന്റ് മഷ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ഈ ഒരു വൈദനയുടെ ഒക്കെ ഒരു തരം ഒരു ഭക്ഷണമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഭക്ഷണം നമുക്ക് കൊടുക്കാം. എഗ് പ്ലാന്റ് മഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷണം നമുക്ക് അയാൾക്ക് കൊടുക്കാം എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ പെലായോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? ഈ നമ്മുടെ എലിസന്റെ ചോദിച്ചെന്താ, നമുക്ക് എന്താ അയാൾക്ക് ഭക്ഷണം കൊടുക്കാന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവാ. എന്ത് ഭക്ഷണമാണ് നമുക്ക് അയാൾക്ക് കൊടുക്കുക? എന്ത് എന്നുള്ളതിന് എന്താ പറയാ? വാട്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി. ഏതാണ്? വാട്ട്. ഇങ്ങനെ നിങ്ങൾ അർത്ഥം നോക്കിയിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. ഇനി അടുത്ത ഹെൽപ്പിംഗ് വെർബ് അല്ലേ, ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് വെച്ചാൽ മതിയടാ. ഈസോ ഏമോ ആറോ വാസോ വേറോ ഡുവോ ഏതെങ്കിലും വെച്ചാൽ മതിയോ? പോരാ. ഈ റിപ്ലൈയിൽ ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ആ ഹെൽപ്പിംഗ് വെർബ് തന്നെ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കണം. ഇവിടെ റിപ്ലൈയിൽ ക്യാൻ കണ്ടോ അല്ലെ, ക്യാൻ ഒരു ഹെൽപ്പിംഗ് വെർബ് അല്ലേ. അപ്പൊ മക്കൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് അതേ ഹെൽപ്പിംഗ് വെർബ്. ഇവിടെ ഈസോ എമോ ആറാണെങ്കിൽ ഇവിടെ ഈസോ എമോ ആറ്, ഇവിടെ വാസോ വേറാണെങ്കിൽ ഇവിടെ വാസോ വേറ്, ഇവിടെ ഹേസോ ഹാവ് ആണെങ്കിൽ ഇവിടെ ഹേസോ ഹാവ് ഉപയോഗിക്കണം, ഇവിടെ ഹാഡ് ആണെങ്കിൽ ഇവിടെ ഹാഡ് ഉപയോഗിക്കണം. ഇവിടെ ഒരു സാധനം വന്നിട്ടില്ലെങ്കിൽ, ഒരു ഹെൽപ്പിംഗ് വെർബും വന്നിട്ടില്ലെങ്കിലോ ഉറപ്പിച്ചോ അത് V1 ആണെങ്കിൽ അവിടെ ഡു വെക്കണം, ഇവിടെ എസ് ഫോം ആണെങ്കിൽ അവിടെ ഡസ് വെക്കണം, ഇവിടെ V2 ആണെങ്കിൽ അവിടെ ഡിഡ് വെക്കണം. കാരണം ഇവർക്കൊന്നും സ്വന്തമായിട്ട് ഹെൽപ്പിംഗ് വെർബ് പുറത്തുണ്ടാവില്ല, അതിനുള്ളിലായിരിക്കും. ഓർത്ത് വെക്കാം കേട്ടോ. ഇവിടെ എന്തായാലും ക്യാൻ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും ആലോചിക്കേണ്ട, ക്യാൻ വെച്ചു. ഇനി എന്താ മക്കളെ ചെയ്യേണ്ടത്? ഇവിടെ വെർബ് ഗീവ് അല്ലെ, ഗീവ് എന്ന വെർബ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് വി എന്ന സബ്ജക്റ്റും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് അല്ലേ, അപ്പൊ വാട്ട് ക്യാൻ വി. ഇനി നമ്മുടെ വെർബ് ഏതാ? ഗീവ്. അപ്പൊ എങ്ങനെ പറയാ? വാട്ട് ക്യാൻ വി ഗീവ് ഹിം ടു ഈറ്റ് അല്ലെ. തിന്നാൻ നമുക്ക് അയാൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക? ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്കായി. അപ്പൊ നമുക്കൊക്കെ മനസ്സിലായി ഇങ്ങനെ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാന്ന്. സിമ്പിൾ. എന്താ? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാക്കുന്നു, പിന്നെ ഹെൽപ്പിംഗ് വെർബ് നമ്മുടെ ആൻസറിന് കണ്ടെത്തുന്നു, പിന്നെ സബ്ജക്റ്റ് എഴുതുന്നു, അതിനുശേഷം അതിലെ വെർബ് ആൻസറിലുള്ള വെർബ് നമുക്ക് എന്ത് വെർബാണോ വെക്കേണ്ട ആ വെർബ് നമ്മൾ എന്ത് ചെയ്യുന്നു? വെക്കുന്നു അല്ലെ. ഇനി ഞാൻ ഇതൊന്നായിട്ട് അലങ്കോലയക്കണം, ഒന്ന് വായിക്കട്ടെ. വായിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഗ്രാമർ ചെയ്യാം. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ എലിസന്റെ അടുത്തായിട്ട് എന്താ പറഞ്ഞത്? ഇഫ് ഹി ഈറ്റ്സ് വെൽ, അയാൾ നന്നായിട്ട് തിന്നുകയാണെങ്കിൽ ഡാഷ് എന്ന് പറഞ്ഞു. അതിന് മുന്നേ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ പലായ എന്തോ പറയുന്നത്, അയാൾക്ക് നല്ല എഗ് പ്ലാന്റ് മഷ് നമുക്ക് ഭക്ഷണം കൊടുക്കാം. സോ ഹി വിൽ ഗെറ്റ് ദ പവർ ടു ഫ്ലൈ, അയാൾക്ക് പറക്കാനുള്ള ശക്തിയൊക്കെ അപ്പൊ കിട്ടുന്നു പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ലിസന്റെ പറയാണ് യെസ്, അതെ. ഇഫ് ഹി ഈറ്റ്സ് വെൽ, അയാൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കും. അപ്പൊ അവിടെ മക്കളെ മനസ്സിലാക്കണ്ടേ, നമ്മുടെ സെന്റൻസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന സെന്റൻസിൽ ഈഫ് എന്ന് തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു കോമട്ട് ഡാഷ് വന്നാൽ അതിനുശേഷം പിന്നെ ഫുൾ സ്റ്റോപ്പോ ക്വസ്റ്റ്യൻ മാർക്കോ എന്തെങ്കിലും വന്നോട്ടെ, വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് ഈഫ് ക്ലോസ് ആണെന്ന്. അപ്പൊ ഈഫ് ക്ലോസ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു ചെറിയൊരു ഇതിലൂടെ ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്ക്, സിമ്പിൾ ആയിട്ട്. ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ 3 ടെൻസിലാണ്. ഈ 3 ടെൻസിൽ ആദ്യത്തെ 2 ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും. സിമ്പിൾ പ്രസന്റ് പറഞ്ഞാൽ V1 അല്ലെങ്കിൽ എസ് ഫോം പഠിച്ചോർമ്മല്ലേ. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ V2 ഫോം അല്ലെ. ഇനി മൂന്നാമത്തെ ഒരു ടെൻസും കൂടി ഉണ്ട്, ഇത് മാറിപ്പോയതാണ്. ഇത് അതേമാതിരി കോപ്പി എന്നതാണ്. മൂന്നാമത്തെ ടെൻസിന്റെ പേര് സിമ്പിൾ പാസ്റ്റ് മാറിപ്പോയതാണ്, പാസ്റ്റ് പെർഫെക്റ്റ്
പെർഫെക്റ്റ് എന്നാണ്. മൂന്നാമത്തെ ടെൻസിന്റെ പേരെന്താ? പാസ്റ്റ് പെർഫെക്റ്റ്. ഇത് കണ്ട എങ്ങനെ മനസ്സിലാവും അറിയോ? ഇത് കണ്ട V1 S1 ആണ്, ഇത് കണ്ട V2 ആണെന്ന് മനസ്സിലായി. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഒരു ടെൻസ് എങ്കിൽ മനസ്സിലാക്കുക അതിന് ഹാഡ് എന്ന് പറഞ്ഞ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും. ഹാഡ് വന്നാൽ പിന്നെ അയാളെ പുയ്യാപ്പിള V3 ആണ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. അപ്പൊ ഹാഡ് പ്ലസ് V3 ഒരു സെന്റൻസ് കണ്ടാൽ മനസ്സിലാക്കുക അത് ഏതാ ഫാമിലി? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈ മൂന്ന് ടെൻസിൽ ഏതെങ്കിലും ഒരു രീതിയിലേ നമ്മുടെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ അവിടെ നോക്കിയാ ഇഫ് യു സ്റ്റഡി വെൽ, അതിലെ വെർബ് ഏതാ മക്കളെ? അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിലെ വെർബ് ഏതാണ്? സ്റ്റഡി. ആ സ്റ്റഡി എന്നുള്ളത് V1 അല്ലേ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തേല് സ്റ്റഡീഡ് എന്നാണ് വന്നത്, അത് V2 ആയതുകൊണ്ട് അത് സിമ്പിൾ പാസ്റ്റ് ആണ്. എന്നാൽ മൂന്നാമത്തേല് കണ്ടോ ഹാഡ് എന്ന് പറഞ്ഞ ഹെൽപ്പിംഗ് വെർബും വന്നാണ്, നമ്മുടെ സ്റ്റഡീഡ് എന്ന് പറഞ്ഞ V3 ഫോമും വന്നാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ സ്റ്റഡീഡ് ആണ്, ഇവിടെ സ്റ്റഡീഡ് ആണ്. പക്ഷെ ഇത് V2 ഇത് V3 ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഒറ്റക്ക് വന്നവൻ സിഗ്മ, അവൻ V2. എന്നാൽ കൂടെ പെണ്ണുങ്ങളുമായിട്ട് വന്നവൻ ഹാഡ് എന്ന പെണ്ണുങ്ങളായിട്ട് വന്നപ്പോ ഇവൻ സ്റ്റഡീഡ് എന്തായി? V3 ആയി. അവൻ എന്താണ്? സിഗ്മ അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഹാഡ് പ്ലസ് V3, ഇത് V2, ഇത് V1 ആയി. അപ്പൊ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കേണ്ടത്. നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ വെർബ് V1 S1 ആണോ നോക്കുക, അതല്ലെങ്കിൽ V2 ആണോ നോക്കുക, അതല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണോ നോക്കുക. ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള സെന്റൻസിലെ വെർബ് V1 ആണെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു സെന്റൻസ് ഉണ്ടാവില്ലേ, അതിലെ വെർബ് വിൽ എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. എന്നിട്ട് അതിലെ മെയിൻ വെർബിനെ V1 ആക്കണം. ഇവിടെ നോക്കിയാ ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിച്ചാൽ. ഇനി എന്താണ് സംഭവിക്കാന്നാണ് നമ്മൾ ഈ ക്ലോസിലൂടെ എഴുതേണ്ടത്. ഇതൊരു കണ്ടീഷനാ. ഇനി എന്ത് നടക്കും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നന്നായി പഠിച്ചാൽ എന്താ? A+ കിട്ടും. എങ്ങനെ പറയാ? യു വിൽ. കണ്ടോ, ഇവിടെ V1 S1 വന്നാൽ നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? നമ്മുടെ ആൻസറിൽ എഴുതേണ്ടത് വില്ല്. അതിനുശേഷം വെക്കുന്ന വെർബ് എന്താക്കണം? V1 ആക്കണം. അപ്പൊ എങ്ങനെ വരിക? യു വിൽ ഗെറ്റ് A+, അല്ലെങ്കിൽ യു വിൽ പാസ് അല്ലെ. പാസ് നല്ല V1 അല്ലേ, യു വിൽ പാസ് അല്ലെ. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഇതാണ് യു വിൽ നോട്ട് ഫെയിൽ, നിങ്ങൾ പരാജയപ്പെടില്ല. എന്തായാലും വില്ല് വെക്കണം. അതിനുശേഷം വെക്കുന്ന വെർബ് V1 ആയിരിക്കണം. ഇനി രണ്ടാമത്തെ നോക്കിയാ സിമ്പിൾ പാസ്റ്റ്. ഇവിടെ V2 വന്നു. ഇവിടെ V2 വന്നപ്പോൾ ചെറിയ മാറ്റം, വില്ലിന് പകരം എന്തായി? വുഡ് ആയി. പക്ഷെ V1 തന്നെയാണ് കേട്ടോ. അതായത് ഡു, ഡസ്, ഡിഡ്, വില്ല്, ഷാല്, ക്യാന്, ഇങ്ങനെ ഏത് ഹെൽപ്പിംഗ് വെർബ് വന്നാലും ശേഷം വരുന്ന വെർബ് എപ്പോഴും V1 ആയിരിക്കും കേട്ടോ. അപ്പോ എന്താണ്? വുഡ് പ്ലസ് V1. അപ്പൊ ഇവിടെ നോക്കിയാ ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്തായാലും പഠിച്ചിരുന്നെങ്കിൽ യു വുഡ് ഗെറ്റ് A+. ഇവിടെ വുഡ് വന്നു, വീണ്ടും V1 വന്നു, നിനക്ക് A+ കിട്ടും അല്ലെ, കിട്ടുമായിരുന്നു. ദെൻ അടുത്തെന്താ പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ് വന്നപ്പോ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. അപ്പൊ ഈ ഹാഡ് പ്ലസ് V3 കണ്ടാൽ മനസ്സിലാക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, മൂന്നാമത്തെ കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ വെക്കണ്ടേ? വുഡ് മാത്രം വെച്ചാൽ പോരാ, വുഡിന്റെ കൂടെ ഹാവും വെക്കണം. ഹാവ് വന്നാൽ പിന്നെ നമുക്കറിയാം ഹാവിന്റെ പുയ്യാപ്പിളാരാ? V3 ആണ്. അപ്പൊ എങ്ങനെ വരിക? യു വുഡ് ഹാവ് ഗോട്ട് A+. മനസ്സിലായല്ലോ? മൂന്നെണ്ണം കിട്ടിയില്ലേ? സിമ്പിൾ പ്രസന്റ് ആണ് വില്ല് പ്ലസ് V1, സിമ്പിൾ പാസ്റ്റ് ആണ് വുഡ് പ്ലസ് V1, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വുഡ് ഹാവ് പ്ലസ് V3. ഓക്കെ, പെട്ടെന്ന് പറയുകയാണെ ഇതിനൊക്കെ ഗ്രാമറുകൾ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സിംഗിൾ ആയിട്ട് കണ്ടാൽ അങ്ങനെയും പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ ആൻസർ. ഇവിടെ എന്താ പറഞ്ഞത്? ഇഫ് ഹി ഈറ്റ്സ് വെൽ. ഇവിടെ നോക്കിയാൽ വെർബ് ഈറ്റ്സ് എസ് ഫോം അല്ലേ. എസ് ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് അല്ലേ, ഫസ്റ്റത്തെ കണ്ടീഷൻ അല്ലേ, വില്ല് പ്ലസ് V1 അല്ലേ. അവൻ നന്നായി തിന്നാൽ എന്താ സംഭവിക്കുക? അവന് പറക്കാനുള്ള കരുത്ത് കിട്ടും. എങ്ങനെ പറയാ? ഹി വിൽ ഗെറ്റ് ദ സ്ട്രെങ്ത് ടു ഫ്ലൈ, അല്ലെങ്കിൽ ഹി വിൽ റീഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കും അല്ലെ, റീഗെയിൻ ഹിസ് സ്ട്രെങ്ത്. എന്തായാലും വില്ല് പ്ലസ് V1 വന്നോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഹി വിൽ എസ്കേപ്പ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഹി വിൽ ബി സ്ട്രോങ്, ഹി വിൽ ബിക്കം സ്ട്രോങ്, എന്ത് വേണമെങ്കിലും ഇതാ. എന്തായാലും വില്ല് പ്ലസ് V1 വരണം, കാരണം ഇവിടെ ഈറ്റ്സ് ആണ്. എന്നാൽ ഇവിടെ 8 എന്നായിരുന്നെങ്കിലോ, പാസ്റ്റ് ടെൻസ് ആയിരുന്നെങ്കിലോ, വില്ലിന് പകരം ഇവിടെ വുഡ് ആവും. അതേപോലെ ഇവിടെ ഈ ഹാഡ് ഈറ്റൺ എന്നായിരുന്നെങ്കിലോ, ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് മൂന്നാമത്താണ്. അപ്പൊ ഇവിടെ എന്താവും? ഹി വുഡ് ഹാവ്, പിന്നെ വെക്കുന്ന വെർബ് അത് റീഗെയിൻ ആണ്, റീഗെയിൻഡ് V3 ആവും. ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ക്ലോസ് കിട്ടിയില്ല മക്കളെ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല, ഡീറ്റെയിൽ ആയിട്ട് വേണം മറ്റുള്ള വീഡിയോ കാണാം കേട്ടോ. ഇനി അടുത്തൊരു ഗ്രാമർ നോക്കിയാടാ. യു ഹാഡ് ബെറ്റർ ഡാഷ് അല്ലെ. യു ഹാഡ് ബെറ്റർ ഡാഷ് സിമ്പിൾ ആണ്. നേരത്തെ വുഡ് യു മൈൻഡ് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ING ഫോമിലുള്ള വെർബ് ഉപയോഗിക്കണമെന്ന്. ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് V1 ഫോമിലുള്ള വെർബാടാ. അതായത് ഹാഡ് ബെറ്റർ എന്തിനാ ഉപയോഗിക്കുക? ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സജഷൻ കൊടുക്കാനാണ്. നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണമെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു കൂട്ടുകാരനെ പോയി കണ്ടു, അയാൾക്ക് തീരെ വയ്യ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഒരു സജഷൻ എന്തായിരിക്കും? യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത് അല്ലെ. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഹാഡ് ബെറ്റർ ശേഷം നമ്മൾ കൺസൾട്ട് ഒരു V1 ഉപയോഗിച്ചില്ലേ. ഇനി നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു, രാത്രിയായി, അയാൾക്ക് പോകണം. പക്ഷെ നമ്മൾ അയാളോട് എന്താ പറയാ?
ഇന്ന് ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. എങ്ങനെ പറയാ? യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹിയർ. സ്റ്റേ കണ്ടോ, V1 ഫോമുള്ള ഒരു വെർബ്. ഇനി നമ്മളൊരാൾ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുകയാണ്, അപ്പൊ നമ്മൾ ഇനി അയാൾ ഇവിടെ നിന്ന് അയാൾ നമ്മൾ തല്ലും, അപ്പൊ അയാളോട് പോകുന്നതാണ് നല്ലതെന്ന് ഇങ്ങനെ പറയാ? യു ഹാഡ് ബെറ്റർ ലീവ് ഹിയർ, അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ ഗോ ഫ്രം ഹിയർ, അല്ലെ? ഗോ, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു V1 ഫോമിലുള്ള വെർബ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹാഡ് ബെറ്ററിന് ശേഷം ചെയ്യേണ്ടത്. ഇനി അത് നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ ഒരു നോട്ടും കൂടി വെച്ചെടുക്കുക. അപ്പൊ ഉദാഹരണത്തിന് പോവാത്താണ് നിങ്ങൾക്ക് നല്ലത്, യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ, അല്ലെ? ഇനി ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്, യു ഹാഡ് ബെറ്റർ സിറ്റ്. ഇരിക്കാത്താണ് നല്ലത് ഇങ്ങനെ പറയാ? യു ഹാഡ് ബെറ്റർ നോട്ട് സിറ്റ്. ഇരിക്കാത്താണ് നല്ലത്, അല്ലെ? അപ്പൊ അങ്ങനെ പറയുന്നതാണ് നമ്മുടെ എന്ത് ഹാഡ് ബെറ്റർ. അപ്പൊ ഇവിടെ ഹാഡ് ബെറ്ററിന് ശേഷം V1 വരണ്ടേ? ആ V1 നമുക്ക് ഈ റിപ്ലൈയിൽ ഉണ്ടാവും ക്ലൂ. എന്താണ്? നമ്മുടെ പെലായ പറഞ്ഞു യു ഹാഡ് ബെറ്റർ ഡാഷ്, എന്തോ നിനക്ക് നല്ല എന്ന് പറഞ്ഞു. അപ്പൊ എലിസന്റെ പറയാണ് യെസ് ഐ വിൽ പ്രിപ്പയർ ബെറ്റർ ഫുഡ് ഫോർ ഹിം, ഞാൻ അയാൾക്ക് വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കിക്കോളാതെ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ പെലായ കൊടുത്ത ഉപദേശം അല്ലെങ്കിൽ ആ സജഷൻ? നിനക്ക് നല്ലത് അയാൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കലാന്നല്ലേ? അപ്പൊ ആ വെർബ് ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെ? യു ഹാഡ് ബെറ്റർ പ്രിപ്പയർ ബെറ്റർ ഫുഡ് ഫോർ ഹിം. സംഭവം കിട്ടിയില്ല മക്കളെ? ഓക്കെ മക്കളെ, ഇതിന്റെ ഒക്കെ ആൻസർ ഞാനിപ്പോ പറഞ്ഞ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് നേരെ അടിയിൽ ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട്സുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കാണാം. നിങ്ങൾക്ക് ഒന്നുകൂടി പരീക്ഷയുടെ മുന്നേ ഒന്നുകൂടി ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ മക്കളെ. അടുത്തൊരൊറ്റ ചോദ്യം കൂടി നമുക്ക് സ്പീഡിൽ പറഞ്ഞിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. അടുത്ത് നമ്മുടെ ഇൻ ദ അറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒന്നാണ് നമ്മുടെ ഓഫീസറും സ്പിൽമാനും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഫസ്റ്റ് നോക്കടാ, എന്താ പറഞ്ഞത്? യു ആർ ഹൈഡിങ് ഇൻ ദ അറ്റിക്, അല്ലെ? ഇൻ ദിസ് അറ്റിക്, നിങ്ങൾ ഈ അറ്റിക്കിലാണ് ഹൈഡ് ചെയ്യുന്നതല്ലേ? എന്നിട്ട് കോമ ഇട്ടു ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. സോ ആദ്യം ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കി, ഉണ്ട്. അപ്പൊ ആർ എഴുതി, പിന്നെ യു ആണ്. അപ്പം ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ആറിന്റെ എഴുതി, നമ്മുടെ യു ആയതുകൊണ്ട് ആരുടെയും പേരില്ലാത്തതുകൊണ്ട് ആൻസർ ആറിന്റെ യു, അല്ലെ? സിമ്പിൾ. ഇനി അടുത്ത എന്താ പറഞ്ഞത്? വുഡ് യു മൈൻഡ് വന്നു, ING ഫോം ആണ് വരിക. അയാൾ എന്തോ റിക്വസ്റ്റ് ചെയ്താണ് ഓഫീസർ, അല്ലെ? അപ്പൊ ഇഫ് ഐ പ്ലേ ദിസ് പിയാനോ നൗ, ഞാനിപ്പോ പിയാനോ വായിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്ന റിപ്ലൈ ചെയ്തു, അല്ലെ? അപ്പൊ ഇയാൾ എന്താ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? നീ എനിക്ക് വേണ്ടി ഒന്ന് പിയാനോ വായിക്കുമോ എന്നല്ലേ? അപ്പൊ എങ്ങനെ പറയാം? വുഡ് യു മൈൻഡ് പ്ലേയിങ്, അല്ലെ? പ്ലേ എന്നാണ് വെർബ്, പക്ഷെ വുഡ് യു മൈൻഡ് എന്നുണ്ട് ING. വുഡ് യു മൈൻഡ് പ്ലേയിങ് എ പിയാനോ ഫോർ ദ പിയാനോ ഫോർ മീ, എനിക്ക് വേണ്ടി പിയാനോ വായിക്കുന്നതിൽ വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിപ്പോ പിയാനോ വായിക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കുന്ന അയാൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ സ്പിൽമാന്റെ റിപ്ലൈ അല്ല ഓഫീസറുടെ റിപ്ലൈ എന്താ? ഡോണ്ട് വറി, ഇത് പേടിക്കണ്ട. എന്താ? ദർ ഈസ് നോ സോൾജേഴ്സ് ഹിയർ, ഇവിടെ പട്ടാളക്കാരൊന്നും ഇല്ല, അല്ലെ? അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇയാൾ പേടിച്ചിട്ടുണ്ടാവുക? ഇഫ് ഐ പ്ലേ ദിസ് പിയാനോ നൗ, ഞാൻ ഇപ്പൊ പിയാനോ വായിച്ചാൽ സോൾജേഴ്സ് കേൾക്കും എന്നല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ എന്താണ്? സോൾജേഴ്സ്. ഇനി വില്ലാണോ വുഡ് ആണോ വുഡ് ഹാവ് ആണോ എന്നല്ലേ നോക്കേണ്ടത്? ഇവിടെ പ്ലേ V1 ഫോം അല്ലേ? V1 ആണ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഏതാ വരിക? വില്ല് പ്ലസ് V1, അല്ലെ? അപ്പൊ എങ്ങനെ വരിക? സോൾജേഴ്സ് വിൽ ഹിയർ ദാറ്റ്, അല്ലെ? സോൾജേഴ്സ് അത് കേൾക്കും. അല്ലെങ്കിൽ സോൾജേഴ്സ് വിൽ കം ഹിയർ, സോൾജേഴ്സ് ഇവിടെ വരും. അങ്ങനെ എന്ത് വേണമെങ്കിൽ ഇതാ വിൽ പ്ലസ് V1. ഇവിടെ പ്ലേക്ക് വരും പ്ലേഡ് ആയിരുന്നെങ്കിൽ വുഡ് പ്ലസ് V1 വരായിരുന്നു. ഹാഡ് പ്ലേഡ് ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 വരായിരുന്നു. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത എന്താണ്? ഇയാൾ പറയുന്നു എന്താ? യു ഷുഡ് ബി മോർ കെയർഫുൾ, നീ കൂടുതലൊന്ന് കെയർഫുൾ ആവണം. ഓഫീസർ പറയണേ ദ അറ്റിക് ഈസ് നോട്ട് സേഫ് പ്ലേസ്, ഈ അറ്റിക് അത്ര സേഫ് അല്ല. യു ഹാഡ് ബെറ്റർ, നിനക്ക് നല്ലത് ഡാഷ്, എന്തോ ഒരു സജഷൻ കൊടുത്തു, അല്ലെ? അപ്പൊ നമ്മുടെ സ്പിൽമാൻ പറയണേ താങ്ക് യു, നന്ദി. ഐ വിൽ മൂവ് ടു ദ ലോഫ്റ്റ്, ഞാൻ ആ ലോഫ്റ്റിലേക്ക് പോവാം. ആ ഒരു അറ്റിക്കിന്റെ മേലുള്ള ചെറിയൊരു സ്പേസിനെയാണ് ഇവിടെ ലോഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു നിനക്ക് നല്ലത് എന്തായിരിക്കും എന്നാണ്? മൂവ് ടു ദ ലോഫ്റ്റ്, അല്ലെ? ആ ലോഫ്റ്റിലേക്ക് പോകുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെ? അപ്പൊ എങ്ങനെ പറയാ? യു ഹാഡ് ബെറ്റർ മൂവ്, അല്ലെ? മൂവ് എന്നുള്ളതാണ് വെർബ്. V1 ഫോമുള്ള വെർബ് ഉപയോഗിക്കണം ഹാഡ് ബെറ്ററിന് ശേഷം. അപ്പൊ യു ഹാഡ് ബെറ്റർ മൂവ് ടു ദ ലോഫ്റ്റ്, അല്ലെ? എന്നിട്ട് പറയണേ ബട്ട് ഐ ഹാവ് എ ഡൗട്ട്, പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ സ്പിൽമാൻ ഓഫീസറോട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഡാഷ് ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഓക്കെ, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ചോദിച്ചു. അപ്പൊ നമുക്കറിയാം ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യനോ ആയിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക. സോ ഈ റിപ്ലൈയിൽ യെസ് നോ ഉണ്ടോ? ഇല്ല. അപ്പൊ WH ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. WH ക്വസ്റ്റ്യനിൽ ഏതാന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാവുക? റിപ്ലൈ നോക്ക്. ഐ ഫൗണ്ട് യു, ഞാൻ നിങ്ങളെ കണ്ടെത്തിയത് വൈൽ ഐ വാസ് സെർച്ചിങ് ദ ഹൗസ്, ഞാൻ ഈ വീട് സെർച്ച് ചെയ്യുന്ന സമയത്താണ്. എന്തിന്? ഫോർ എ പ്ലേസ് ടു സെറ്റ് അപ്പ് മൈ ഓഫീസ്, എന്റെ ഓഫീസ് സെറ്റ് ചെയ്യാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും സ്പിൽമാൻ ഓഫീസറോട് ചോദിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയത്? എങ്ങനെയെന്നുള്ളതിന് ഏതാണ് നമ്മൾ ചോദിക്കുക? എങ്ങനെയെന്നുള്ളതിന് ഹൗ, അല്ലെ? എങ്ങനെയെന്നുള്ളതിന്റെ വാക്യത ഹൗ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി. ഇനി അടുത്ത ഹെൽപ്പിംഗ് വെർബ് അല്ലേ? ഇതിൽ ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോടാ? ഇല്ല. ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതൊക്കെയുള്ള കാരണം എന്താ? ഇവിടുത്തെ വെർബ് ഫൗണ്ട് ആണ്. ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഫൈൻഡിന്റെ V2 ആണ്. V2നും V1നും S1നും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല. സിഗ്മ ഓർത്ത് വെക്കുക. അപ്പം V2 ആയതുകൊണ്ട് അതിനുള്ളിൽ ആരാണല്ലോ വിളിച്ചിരിക്കുന്ന സെറ്റപ്പ് ആരാ? ഡിഡ്. അപ്പൊ ഹൗ ഡിഡ്. ഇനി സബ്ജക്റ്റ് ആരാ? യു, അല്ലെ? അപ്പൊ ഹൗ ഡിഡ് യു
ഇനി വെർബ് ഫൗണ്ട് അല്ലേ? ഫൗണ്ട് എന്നുള്ളത് ഇവിടെ നമുക്കറിയാം ഡൂൺ ഡസൻ ഡിഡും വന്നാൽ പിന്നെ V1 ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഡിഡ് പ്ലസ് ഫൈൻഡ് ആണ് ഫൗണ്ട്. നേരത്തെ നമ്മൾ ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ് എന്ന് പറഞ്ഞ മാതിരി ഡിഡ് പ്ലസ് ഫൈൻഡ് ആണ് ഫൗണ്ട്. അപ്പൊ എങ്ങനെ പറയാ? ഹൗ ഡിഡ് യു ഫൈൻഡ്. പിന്നെ ഫൗണ്ട് എഴുതൂല കേട്ടോ. ഡിഡും ഡൂൺ ഡസ് ഒക്കെ വന്നാൽ പിന്നെ V1 ഉപയോഗിക്കാൻ പാടുള്ളൂ. വേർ ഡു യു ഗോ എന്നാ പറയാ. വേർ ഡു യു ഗോസ് എന്നോ വെന്റ് എന്നൊന്നും പറയില്ല. അതേപോലെ തന്നെ വേർ ഡിഡ് യു ഗോ എന്നാണ് പറയാ. വേർ ഡിഡ് യു വെന്റ് എന്ന് പറയില്ല. അതേപോലെ വേർ ഡസ് ഷീ ഗോ എന്നാണ് പറയാ. വേർ ഡസ് ഷീ ഗോസ് എന്ന് പറയില്ല. അപ്പൊ ഡൂൺ ഡസ് ഡിഡും വന്ന V1 ഓർത്ത് വെക്കട്ടോ. അപ്പൊ ഹൗ ഡിഡ് യു ഫൈൻഡ് മീ, നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ മക്കളെ ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെയും 1-2 എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് ഒക്കെ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് പഠിക്കുക, www.oxfordacademykerala.com. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നുകൂടി മക്കൾ മനസ്സമാധാനത്തോടുകൂടി കാണുക. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഗ്രാമറും കിട്ടും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.